ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ 1-ാമത്തെ വർഷത്തെ കുറിച്ചാണ്. നമുക്കിന്ന് കർത്താവിന്റെ 2-ാം വർഷ ശുശ്രൂഷയെ കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. കർത്താവിന്റെ 2-ാം വർഷ ശുശ്രൂഷ അത് ആരംഭിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് കാനാവിലെത്തിയപ്പോൾ കപ്പർന്നഹൂമിലുള്ള ആ ശതാധിപന്റെ അല്ലെങ്കിൽ നോബിൾമാന്റെ മകന് സൗഖ്യം കൊടുക്കുന്ന കാര്യമാണ്. അങ്ങനെ സൗഖ്യം കൊടുത്തതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ആ മനുഷ്യൻ യേശു കർത്താവിന് വീട് തുറന്നു കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ചരിത്രപരമായ സംഭവങ്ങൾ നമുക്കൊന്ന് നോക്കാം. കൂടുതലായിട്ട് ഗലീലയെ ഫോക്കസ് ചെയ്താണ് യേശു കർത്താവ് ഈ 2-ാം വർഷം പ്രവർത്തിച്ചത്. ഗലീല പ്രദേശത്തെയാണ് കൂടുതലും ശ്രദ്ധ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിന്റെ ചരിത്രപരമായ കാര്യങ്ങൾ നോക്കാം. 1-ാമത്തെ കാര്യം, യേശു കപ്പർന്നഹൂമിൽ കുറച്ചുനാൾ താമസിക്കുന്നു. കപ്പർന്നഹൂമിൽ കുറച്ചുനാൾ താമസിക്കുന്നു. അത് നമ്മൾ വായിക്കുന്നത് മത്തായി സുവിശേഷം 4-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലാണ്. ഇപ്പൊ വായിക്കേണ്ട, നമുക്ക് പിന്നീട് അതിന്റെ പ്രായോഗിക വശം നമുക്ക് നമുക്ക് വായിക്കാനായിട്ട് ശ്രമിക്കാം. യേശു കപ്പർന്നഹൂമിൽ താമസിക്കുന്നുള്ളതാണ് 1-ാമത്തെ കാര്യം. 2-ാം വർഷത്തിലെ പ്രധാനപ്പെട്ട ശുശ്രൂഷ ആദ്യത്തെ കാര്യം, യേശു കപ്പർന്നഹൂമിൽ താമസിക്കുന്നു. 4-ാം അധ്യായം മത്തായി 4-ാം അധ്യായം 13 മുതൽ 16 വാക്യങ്ങൾ. രണ്ടാമത്, യേശു കർത്താവ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിക്കാനായിട്ട് ആരംഭിക്കുന്നു. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. എന്തായാലും മത്തായി 4-ന്റെ 17-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 4-ന്റെ 17-ാം വാക്യം, യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിക്കാനായിട്ട് ആരംഭിച്ചു. ഈ അന്നു മുതൽ എന്നുള്ളതിന് എന്ന് മുതൽ എന്ന അർത്ഥം. എന്റെ തൊട്ടുപുറകിലത്തെ കാര്യം എന്താ സംഭവിച്ചത്? തൊട്ടുപുറകില് 16-ാമത്തെ വാക്യം വായിച്ചു നോക്കി. തൊട്ടും വായിക്കുന്നുണ്ട്, യോഹന്നാൻ എന്ത് ചെയ്തിരുന്നു? തടവിൽ ആക്കിയ കാര്യമൊക്കെ വായിക്കുന്നുണ്ട്. അപ്പം യേശു കർത്താവ് ഈ മാനസാന്തരപ്പെടുക അല്ലെങ്കിൽ സ്വർഗരാജ്യം സമീപിച്ചു എന്നുള്ള സന്ദേശം ഈ കപ്പർന്നഹൂമുമായി ബന്ധപ്പെട്ട് താമസം ആരംഭിച്ചതിന് ശേഷം തുടങ്ങിയ, യോഹന്നാനൊക്കെ തടവിലാവുന്ന ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ശുശ്രൂഷയായി മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നീട് യേശു നസറേത്തിലേക്ക് വന്ന് നസറേത്തിലെ പള്ളിയിൽ പ്രസംഗിക്കുന്നതാണ് മറ്റൊരു പ്രധാന സംഭവം. അത് ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലാണ് യേശു നസറേത്തിലെ പള്ളിയിൽ പ്രസംഗിക്കുന്നു. യേശു നസറേത്തിലെ പള്ളിയിൽ പ്രസംഗിക്കുന്നു. അതാണ് 3-ാമത്തെ പ്രധാനപ്പെട്ട സംഭവം. 4-ാമത്തെ പ്രധാന സംഭവം, യേശു കർത്താവ് 4 മുക്കുവന്മാരെ ഔദ്യോഗികമായിട്ട് തന്റെ ശിഷ്യന്മാരായിട്ട് വിളിക്കുന്നതാണ്. 4 മുക്കുവന്മാര് ആരൊക്കെയാണ്? പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും. സഹോദരന്മാരാണ് പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും. ഈ 4 മുക്കുവന്മാരെ എന്ത് ചെയ്യുക? തന്റെ ശിഷ്യന്മാരായിട്ട് യേശു കർത്താവ് വിളിക്കുകയാണ്. ഇത് 2-ാം വർഷത്തിലാണ്. ഓക്കെ, ആദ്യ വർഷം എന്ത് ചെയ്തിരുന്നു? ഇവരെ പരിചയപ്പെട്ടിരുന്നു അല്ലെ? ആദ്യ വർഷം യോഹന്നാൻ യേശുവിനെ അനുഗമിച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യനായിരുന്നു ആര്? യോഹന്നാൻ അപ്പോസ്തലൻ. അപ്പോസ്തലനായി വിളിക്കപ്പെട്ട യോഹന്നാൻ. അദ്ദേഹം യേശുവിനെ എന്ത് ചെയ്യുന്നു? ഒരു ദിവസം ഇങ്ങനെ അനുഗമിക്കുന്നു. അനുഗമിച്ചപ്പോൾ യേശു ചോദിച്ചു, നിങ്ങൾ എന്താ അതിനെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഗുരു നീ എവിടെ പാർക്കും? അപ്പൊ യേശു കർത്താവ് പറഞ്ഞു, വന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ വന്ന് കണ്ടു, ചെന്ന് കണ്ടു. യേശു മശിഹയാണെന്ന് മനസ്സിലാക്കി. അപ്പൊ യേശു മശിഹയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിലൊരുവനായ അന്ത്രയോസ് പോയി പത്രോസിനോട് പറഞ്ഞു. പത്രോസിനെ കൂട്ടിക്കൊണ്ടുവന്നു. പത്രോസിനെ കൂട്ടിക്കൊണ്ട് വന്നപ്പോ യേശു പറഞ്ഞു, നിന്റെ പേര് ശീമോൻ എന്നാണ്, നിന്റെ പേര് പത്രോസ് എന്നാകും എന്ന് അവിടെ വെച്ച് പറയുന്നു. പിന്നീട് ഇവര് വീണ്ടും എന്ത് ചെയ്യുക? ഈ മുക്കുവ ജോലിക്ക് തന്നെ പോവുകയാണ്. ഇവര് മുക്കുവന്മാരാണ്, അത് തൊഴിലായി ചെയ്യുന്നവരാണ്. അത് മാത്രമല്ല ഇവരുടെ കൂലിക്കാരുമുണ്ട്. അപ്പൊ അങ്ങനെ തൊഴിൽ ചെയ്യുന്ന പിറ്റേ വർഷമാണ് എന്ത് ചെയ്യുന്നത്? യേശു എന്ത് ചെയ്യുന്ന അവരെ എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പൊ ഒരു പ്രോസസ് ഇതിനകത്ത്, ഒരു ടൈം ഗ്യാപ്പ് ഒക്കെ ഇതിനകത്തുണ്ട് എന്നുകൂടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യേശു കപ്പർന്നഹൂമിലെ പള്ളിയിൽ വെച്ച്, 5-ാമത്തെ കാര്യമാണ്, യേശു കപ്പർന്നഹൂമിലെ പള്ളിയിൽ വെച്ച് അശുദ്ധാത്മാവുള്ള മനുഷ്യനെ സൗഖ്യമാക്കുന്നു. യേശു കപ്പർന്നഹൂമിലെ പള്ളിയിൽ വെച്ച് അശുദ്ധാത്മാവുള്ള മനുഷ്യനെ സൗഖ്യമാക്കുന്നു. അതിന്റെ റെഫറൻസ് മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം
21 മുതൽ 28 വരെയും ലൂക്കോസ് വിശേഷം 4-ന്റെ 31 മുതൽ 37 വരെയുമാണ്. മുക്കുവന്മാരെ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ റെഫറൻസ് പറഞ്ഞായിരുന്നോ? പറഞ്ഞില്ല. ഓക്കെ, അത് മത്തായി സുവിശേഷം 4-ന്റെ 18 മുതൽ 22 വരെയും മർക്കോസ് 1-ന്റെ 16 മുതൽ 20 വരെയും. മത്തായി 4-ന്റെ 18 മുതൽ 22 വരെ, മർക്കോസ് 1-ന്റെ 16 മുതൽ 20 വരെ. ഓക്കെ, യേശു കബർഭൂമിയിലെ പള്ളിയിൽ വെച്ച് അശുദ്ധാത്മാവുള്ള മനുഷ്യനെ സൗഖ്യമാക്കുന്നു. അത് മർക്കോസ് 1-ന്റെ 21 തൊട്ട് 28 വരെയും ലൂക്കോസ് 4-ന്റെ 31 മുതൽ 37 വരെയും. ലൂക്കോസ് 4, 31 മുതൽ 37 വരെ. ആറാമത്തെ സംഭവം, യേശു കർത്താവ് പത്രോസിന്റെ അമ്മാവി അമ്മയ്ക്ക് സൗഖ്യം കൊടുക്കുന്നതാണ്. യേശു കർത്താവ് പത്രോസിന്റെ അമ്മാവി അമ്മയ്ക്ക് സൗഖ്യം കൊടുക്കുന്നു. മത്തായി 8-ന്റെ 14 മുതൽ 17 വരെ, മത്തായി 8-ന്റെ 14 മുതൽ 17 വരെ, മർക്കോസ് 1-ന്റെ 29 മുതൽ 34 വരെ, ലൂക്കോസ് 4-ന്റെ 38 മുതൽ 41 വരെ. മത്തായി 8-ന്റെ 14 മുതൽ 17 വരെ, മർക്കോസ് 1-ന്റെ 29 മുതൽ 34 വരെ, ലൂക്കോസ് 4-ന്റെ 38 മുതൽ 41 വരെ. ഈ ശിഷ്യന്മാരിൽ കല്യാണം കഴിച്ചിരുന്ന ഏക വ്യക്തി, അതായത് യേശുവിന് ശിഷ്യനാകുന്നതിന് മുൻപ് കല്യാണം കഴിച്ചിരുന്ന ഏക വ്യക്തി പത്രോസ് ആണെന്നാണ് കരുതപ്പെടുന്നത്. ബാക്കിയുള്ളവരൊക്കെ ചെറുപ്പക്കാരായിരുന്നു. ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ ഒരു 25 വയസ്സിലൊക്കെ താഴെ മാത്രം പ്രായമുള്ള ആളുകളാണ്. ഈ യഹൂദന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് തന്നേക്കാൾ പ്രായം കൂടിയവർ എന്ത് ചെയ്യാറില്ല? ശിഷ്യരാക്കാറില്ല. ഒരു നോർമൽ ക്രൈറ്റീരിയ അത്. നോർമലായിട്ട് അവരെക്കാൾ പ്രായമുള്ളവരെ ആരെയും ശിഷ്യരാക്കാറില്ല. പ്രായം കുറഞ്ഞ, തന്നേക്കാൾ പ്രായം കുറഞ്ഞ ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പോഴും ശിഷ്യരായിട്ട് സ്വീകരിക്കുന്നത്. അത് മാത്രമല്ല, ഈ 30 വയസ്സ് കഴിഞ്ഞവരാണ് പള്ളിക്ക് അല്ലെങ്കിൽ ദേവാലയത്തിന് കരം കൊടുക്കേണ്ടത്. 30 വയസ്സിൽ താഴെയുള്ളവർക്ക് കരം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം യേശു കർത്താവും പത്രോസും മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കരം കൊടുക്കുന്നുള്ളൂ. കാരണം യേശു കർത്താവ് ചോദിക്കുന്നുണ്ട്, ഈ മക്കള് കരം കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ പത്രോസ് സമ്മതിക്കും. പക്ഷേ യേശു കർത്താവ് പറയുകയാണ്, നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, നീ പോയി എന്ത് ചെയ്യാം? ചൂണ്ടൽ ഇടണം, കിട്ടുന്ന മീനിന്റെ വയലിൽ 2 ചതുരംഗ പണം ഉണ്ടാകും, അത് കൊണ്ടുപോയി എനിക്കും നിനക്കും വേണ്ടി എന്ത് ചെയ്യാം? കരം കൊടുക്കുക. അപ്പൊ ഈ പള്ളിയുടെ കരം എന്ന് പറയുന്നത് 30 വയസ്സിന് മുകളിലേക്കുള്ളവർ മാത്രം ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പത്രോസ് 30 വയസ്സിന് മുകളിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഭാര്യയും ഭാര്യയുടെ മാതാവുമൊക്കെ ഉണ്ടായിരുന്നു. ഈ കാത്തലിക് സഭകളൊക്കെ പഠിപ്പിക്കുന്നത് പത്രോസ് അവരുടെ ആദ്യത്തെ പോപ്പായിരുന്നു എന്നാണ്. അവരുടെ പോപ്പുമാരും കല്യാണം കഴിക്കാറില്ല. അവരുടെ അച്ഛന്മാരൊന്നും ആരും കല്യാണം കഴിക്കാറില്ല. വിവാഹം കഴിക്കാത്തവർക്ക് സഭയെ ഭരിക്കാനുള്ള അനുവാദം ഇല്ല എന്നുള്ളതാണ് വേദപുസ്തകം പറയുന്ന ഒരു കാര്യം. എന്ന് പറഞ്ഞാൽ ഏക ഭാര്യയുള്ളവരായിരിക്കണം. വിവാഹത്തിലൂടെ ഒരു എന്താ പറയാ വിശുദ്ധിയുള്ള വിശ്വസ്തതയുള്ള ജീവിതം നയിക്കുന്നവർ ആയിരിക്കണം എന്നുള്ള ഒരു കൽപ്പന കൂടെ നമ്മൾ ഇവിടെ വായിക്കുന്നുണ്ട്, പുതിയ നിയമത്തിനകത്ത് വായിക്കുന്നുണ്ട്. ഓക്കെ, പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് സൗഖ്യം കൊടുക്കുന്നു. ഏഴാമത്തെ കാര്യം, യേശു നിർജ്ജനമായ ഒരു സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുന്നു. യേശു നിർജ്ജനമായ സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുന്നു. മർക്കോസ് 1-ന്റെ 35 മുതൽ 38 വരെയും, മർക്കോസ് 1-ന്റെ 35 മുതൽ 38 വരെയും, ലൂക്കോസ് 4-ന്റെ 42 മുതൽ 43 വരെ. ലൂക്കോസ് 4, 42, 43. എട്ടാമത്തെ കാര്യം, യേശു ഗലീലയിൽ ഉടനീളം സഞ്ചരിക്കുന്നു. ഗലീലയിൽ മുഴുവനായിട്ട് യേശു കർത്താവ് എന്ത് ചെയ്യുക? സഞ്ചരിക്കുകയാണ്. അത് മത്തായി 4-ന്റെ 23 മുതൽ 25 വരെ, മത്തായി 4-ന്റെ 23 മുതൽ 25 വരെ, മർക്കോസ് 1-ന്റെ 39, ലൂക്കോസ് 4-ന്റെ 44. ഒന്നുകൂടെ പറയാം, മത്തായി 4-ന്റെ 23 മുതൽ 25 വരെ, മർക്കോസ് 1-ന്റെ 39, ലൂക്കോസ് 4, 44. ഓക്കെ, അടുത്ത കാര്യം, 9-ാമത്തെ കാര്യം, പത്രോസിനെയും മറ്റുള്ളവരെയും വീണ്ടും യേശു കർത്താവ് വിളിക്കുന്നു. പത്രോസിനെയും മറ്റുള്ളവരെയും വീണ്ടും യേശു കർത്താവ് വിളിക്കുന്നു. അത് ലൂക്കോസ് 5-ാം അധ്യായം 1 മുതൽ 11 വരെ. ലൂക്കോസ് 5-ാം അധ്യായം
1 മുതൽ 11 വരെ. അപ്പൊ നോക്കിയേ, 1-ാം വർഷം യേശു കർത്താവ് യോഹന്നാനെ കണ്ടുമുട്ടി, അന്ത്രയോസിനെ കണ്ടുമുട്ടി, യാക്കോബിനെ കണ്ടുമുട്ടി, പത്രോസിനെയും കണ്ടുമുട്ടി. പിന്നീട് അവരുമായിട്ട് ചില ദിവസം ചെലവഴിച്ചു. ശമര്യയിലൊക്കെ പോകുമ്പോൾ ഒരുപക്ഷെ അവരുണ്ടായിരുന്നിരിക്കണം. പിന്നീട് അവർ വീണ്ടും എന്ത് ചെയ്യുക, ഈ അവരുടെ തൊഴിൽ ചെയ്യാനായിട്ട് പോവുകയാണ്. വീണ്ടും യേശു കർത്താവ് ചെന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, തന്റെ ശിഷ്യന്മാരായിട്ട് വിളിക്കുന്നു. പക്ഷെ വീണ്ടും അവരെന്ത് ചെയ്യുന്നു, അവരുടെ തൊഴിൽ ചെയ്യാനായിട്ട് പോകും. അപ്പൊ യേശു കർത്താവ് ഒരു ദിവസം രാവിലെ ചെന്ന് അവരുടെ പത്രോസ് ഉള്ളതായ വള്ളത്തിൽ കയറുന്നു, പ്രസംഗിക്കുന്നു. പ്രസംഗിച്ച ശേഷം എന്ത് ചെയ്യുന്നു, അവരോട് പറയുകയാണ്, ഇന്ന സ്ഥലത്തേക്ക് നീക്കി വല ഇറക്കുക. അങ്ങനെ വല ഇറക്കുന്നു, വലിയ പെരുത്ത മീൻകൂട്ടം ഉണ്ടാകുന്നു. അപ്പൊ പത്രോസ് പറയുകയാണ്, അയ്യോ, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ട് പോകണം. പക്ഷേ യേശു കർത്താവ് അവനെ വീണ്ടും തൻ്റെ അടുക്കിലേക്ക് സ്വീകരിക്കുകയാണ്. നാം വായിക്കുന്നത്, പത്രോസ് എന്ത് ചെയ്യുന്നു, ഈ വള്ളവും വലയൊക്കെ വിട്ട് എന്ത് ചെയ്യുക, യേശു കർത്താവിനെ അനുകരിക്കുക. പിന്നെ യേശുവിന്റെ കൂടെയാണ്. അപ്പം യേശു കർത്താവ് വളരെ കരുതലോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവരെ വീണ്ടും വീണ്ടും തന്റെ ശിഷ്യന്മാരാക്കി വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇനി യേശു കർത്താവ് 10-ാമതായിട്ട് യേശു കർത്താവ് കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകുന്നു. കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകുന്നു. മത്തായി 8-ാം അധ്യായം 1 മുതൽ 4 വരെ. മത്തായി 8-ന്റെ 1 മുതൽ 4 വരെ. മർക്കോസ് 1-ന്റെ 40 മുതൽ 45 വരെ. മർക്കോസ് 1-ന്റെ 40 മുതൽ 45 വരെ. ലൂക്കോസ് 5-ന്റെ 12 മുതൽ 16 വരെ. ലൂക്കോസ് 5-ന്റെ 12 മുതൽ 16 വരെ. 11-ാമത്തെ കാര്യം, കഫർന്നഹൂമിലെ തളർവാദ രോഗിക്ക് സൗഖ്യം നൽകി. കഫർന്നഹൂമിലെ തളർവാദ രോഗിക്ക് സൗഖ്യം നൽകി. കഫർന്നഹൂമിലെ തളർവാദ രോഗിക്ക് സൗഖ്യം നൽകി. 9-ാം അധ്യായം 1 മുതൽ 8 വരെ. മത്തായി 9-ന്റെ 1 മുതൽ 8 വരെ. മർക്കോസ് 2-ന്റെ 1 മുതൽ 12 വരെ. മർക്കോസ് 2-ന്റെ 1 മുതൽ 12 വരെ. ലൂക്കോസ് 5-ന്റെ 17 മുതൽ 26 വരെ. മത്തായി 9-ന്റെ 1 മുതൽ 8. മർക്കോസ് 2-ന്റെ 1 മുതൽ 12. ലൂക്കോസ് 5-ന്റെ 17 മുതൽ 26 വരെ. 12-ാമതായിട്ട് യേശു ചുങ്കക്കാരനായ മത്തായിയെ വിളിക്കുന്നു. യേശു ചുങ്കക്കാരനായ മത്തായിയെ വിളിക്കുന്നു. മത്തായി 9-ന്റെ 9 മുതൽ 13 വരെ. മത്തായി 9-ന്റെ 9 മുതൽ 13 വരെ. മർക്കോസ് 2-ന്റെ 13 മുതൽ 17 വരെ. മർക്കോസ് 2-ന്റെ 13 മുതൽ 17 വരെ. ലൂക്കോസ് 5-ന്റെ 27 മുതൽ 32 വരെ. ലൂക്കോസ് 5-ന്റെ 27 മുതൽ 32 വരെ. ചുങ്കക്കാരനായ മത്തായിയെ യേശു കർത്താവ് എന്ത് ചെയ്യുക, ശിഷ്യനായിട്ട് വിളിക്കുകയാണ്. 13-ാമത്തെ കാര്യം, ബെഥേസ്ത കുളക്കരയിലെ പക്ഷവാത രോഗിക്ക് സൗഖ്യം നൽകുന്നു. 13-ാമതായി ബെഥേസ്ത കുളക്കരയിലെ പക്ഷവാത രോഗിക്ക് സൗഖ്യം നൽകുന്നു. യോഹന്നാൻ 5-ന്റെ 1 മുതൽ 47 വരെ. യോഹന്നാൻ 5-ന്റെ 1 മുതൽ 47 വരെ. 14-ാമത്, ശിഷ്യന്മാർ ശബത്തിൽ നാണ്യമണികൾ ഭക്ഷിച്ചതിനെ തുടർന്നുള്ള വിവാദമുണ്ടാകുന്നു. ശിഷ്യന്മാർ ശബത്തിൽ നാണ്യമണികൾ ഭക്ഷിച്ചതിനെ തുടർന്നുള്ള വിവാദം ഉണ്ടാകുന്നു. മത്തായി സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 14 വരെ. മത്തായി 12-ന്റെ 1 മുതൽ 14 വരെ. മർക്കോസ് 2-ന്റെ 23 മുതൽ 3-ാം അധ്യായം 6 വരെ. മർക്കോസ് 2-ന്റെ 23 മുതൽ 3-ന്റെ 6 വരെ. ലൂക്കോസ് 6-ന്റെ 1 മുതൽ 11 വരെ. ലൂക്കോസ് 6-ന്റെ 1 മുതൽ 11 വരെ. 15-ാമത്, യേശു ശബത്തിൽ സൗഖ്യം നൽകുന്നു. യേശു ശബത്തിൽ സൗഖ്യം നൽകി എന്ന് എഴുതിയാൽ മതി. യേശു ശബത്തിൽ സൗഖ്യം നൽകി. മത്തായി 12-ന്റെ 9 മുതൽ 14 വരെ. മർക്കോസ് 3-ന്റെ 1 മുതൽ 6 വരെ. ലൂക്കോസ് 6-ന്റെ 6 മുതൽ 11 വരെ. മത്തായി 12-ന്റെ 9 മുതൽ 14 വരെ. മർക്കോസ് 3-ന്റെ 1 മുതൽ 6 വരെ. ലൂക്കോസ് 6-ന്റെ 6 മുതൽ 11 വരെ.
ഗന്നസരത്തിൽ സൗഖ്യം നൽകി. 16 ഗന്നസരത്തിൽ സൗഖ്യം നൽകി. ഗന്നസരത്ത് അതൊരു തടാകത്തിന്റെ കരയാണ്. ഗന്നസരത്ത് തീരപ്രദേശമാണ്. അവിടെ സൗഖ്യം നൽകുന്നു. മത്തായി 12:15 മുതൽ 21 വരെ, മർക്കോസ് 3:7 മുതൽ 12 വരെ. മർക്കോസ് 3:7 മുതൽ 12 വരെ. 17 അല്ലേ അടുത്തത്? യേശു 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. യേശു 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. യേശു 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. മത്തായി 10:1 മുതൽ 4 വരെ, മർക്കോസ് 3:13 മുതൽ 19 വരെ, മർക്കോസ് 3:13 മുതൽ 19 വരെ, ലൂക്കോസ് 6:12 മുതൽ 16 വരെ, ലൂക്കോസ് 6:12 മുതൽ 16 വരെ. അടുത്തത് ഗിരിപ്രഭാഷണമാണ്. 18ാമത്തെ കാര്യം അല്ലെ? 18 ഗിരിപ്രഭാഷണം. ഗിരിപ്രഭാഷണം മത്തായി 5 മുതൽ 7 വരെ. മത്തായി 5 മുതൽ 7 വരെ. ലൂക്കോസ് 6:17 മുതൽ 49 വരെ. മത്തായി 5 മുതൽ 7 വരെ. ലൂക്കോസ് 6:17 മുതൽ 49 വരെ. ലൂക്കോസ് ചുരുക്കിയ പറഞ്ഞിരിക്കുന്നത്, മത്തായി എന്ത് ചെയ്തു? വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗിരിപ്രഭാഷണം. 19ാമത്തെ കാര്യം, യേശു ശതാധിപന്റെ ദാസന് സൗഖ്യം നൽകുന്നു. യേശു ശതാധിപന്റെ ദാസന് സൗഖ്യം നൽകുന്നു. അത് മത്തായി 8:5 മുതൽ 13 വരെ. മത്തായി 8:5 മുതൽ 13 വരെ. ലൂക്കോസ് 7:1 മുതൽ 10 വരെ. ലൂക്കോസ് 7:1 മുതൽ 10 വരെ. 20 നയീനിലെ വിധവയുടെ മകന് സൗഖ്യം നൽകുന്നു. ഉയർപ്പിക്കുന്നു. നയീനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നു. നയീനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നു. ലൂക്കോസ് 7:11 മുതൽ 17 വരെ. ലൂക്കോസ് 7:11 മുതൽ 17 വരെ. 21 യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർക്ക് മറുപടി നൽകുന്നു. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർക്ക് മറുപടി നൽകി. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർക്ക് മറുപടി നൽകി. അത് മത്തായി 11:1 മുതൽ 19 വരെ. മത്തായി 11:1 മുതൽ 19 വരെ. ലൂക്കോസ് 7:18 മുതൽ 35 വരെ. ലൂക്കോസ് 7:18 മുതൽ 35 വരെ. 22 പാപിനിയായ സ്ത്രീ യേശുവിനെ അഭിഷേകം ചെയ്യുന്നു. പാപിനിയായ സ്ത്രീ യേശുവിനെ അഭിഷേകം ചെയ്യുന്നു. പാപിനിയായ സ്ത്രീ യേശുവിനെ അഭിഷേകം ചെയ്യുന്നു. ലൂക്കോസ് 7:36 മുതൽ 50 വരെ. ലൂക്കോസ് 7:36 മുതൽ 50 വരെ. പിന്നീട് യേശു 12 അപ്പോസ്തലന്മാർ ഗലീലയിലേക്ക് പോകുന്നു. യേശു 12 അപ്പോസ്തലന്മാരുമായി ഗലീലയിലേക്ക് പോകുന്നു. അത് ലൂക്കോസ് 8:1 മുതൽ 3 വരെ. യേശു 12 അപ്പോസ്തലന്മാരുമായി ഗലീലയിലേക്ക് പോയി. ലൂക്കോസ് 8:1 മുതൽ 3 വരെ. ഓക്കെ. 24ാമത്തെ കാര്യം, യേശു ബെയസബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്നുള്ള ആരോപണം ഉയരുന്നു. യേശു ബെയസബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്നുള്ള ആരോപണം ഉയരുന്നു. അത് 3 സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് മത്തായി 12:22 മുതൽ 37 വരെ. മത്തായി 12:22 മുതൽ 37 വരെ. മർക്കോസ് 3:20 മുതൽ 30 വരെ. മർക്കോസ് 3:20 മുതൽ 30 വരെ. ലൂക്കോസ് 1:14 മുതൽ 23 വരെ. ലൂക്കോസ് 1:14 മുതൽ 23 വരെ. 25ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപത്തെക്കുറിച്ച് യേശു പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപത്തെക്കുറിച്ച് യേശു കർത്താവ് പഠിപ്പിക്കുന്നു. അത് മത്തായി 12:31 മുതൽ 37 വരെ. മത്തായി 12:31-37. മർക്കോസ് 3:20 മുതൽ 27. മർക്കോസ് 3:20 മുതൽ 27. ലൂക്കോസ് 11:14 മുതൽ 23 വരെ. ലൂക്കോസ് 11:14 മുതൽ 23 വരെ. 26ാമത്തെ കാര്യം, യഹൂദന്മാർക്കുള്ള അടയാളത്തെക്കുറിച്ച് സംസാരിക്കുന്നു. യഹൂദന്മാർക്കുള്ള അടയാളത്തെക്കുറിച്ച് സംസാരിക്കുന്നു.
അത് മത്തായി 12ന്റെ 38 തൊട്ട് 42 വരെ, മത്തായി 12 38 മുതൽ 42 വരെ, ലൂക്കോസ് 11 29 മുതൽ 32 വരെ, ലൂക്കോസ് 11 29 മുതൽ 32 വരെ. ഒരു താൽക്കാലികമായ ഉണർവാണ് 27ാമത്തെ കാര്യം. താൽക്കാലിക ഉണർവ് മത്തായി 12ന്റെ 35 മുതൽ 45 വരെ, മത്തായി 12 35 45, ലൂക്കോസ് 11ന്റെ 24 തൊട്ട് 28 വരെ, ലൂക്കോസ് 11 24 മുതൽ 28 വരെ. 28ാമത്തെ കാര്യം യേശു തന്റെ യഥാർത്ഥ കുടുംബത്തെ പരിചയപ്പെടുത്തുന്നു. യേശു തന്റെ യഥാർത്ഥ കുടുംബത്തെ പരിചയപ്പെടുത്തുന്നു. മത്തായി 12ന്റെ 46 മുതൽ 50 വരെ, മത്തായി 12 46 മുതൽ 50 വരെ, മർക്കോസ് 3ന്റെ 31 മുതൽ 35 വരെ, മർക്കോസ് 3ന്റെ 31 35 വരെ, ലൂക്കോസ് 8ന്റെ 19 മുതൽ 21 വരെ, ലൂക്കോസ് 8ന്റെ 19 മുതൽ 21 വരെ. 29ാമതായിട്ട് രാജ്യത്തിന്റെ ഉപമകൾ പറയുന്നു. രാജ്യത്തിന്റെ, അതായത് സ്വർഗരാജ്യത്തിന്റെ ഉപമകളാണ് മത്തായി 13, മത്തായി 13-ാം അധ്യായം, ലൂക്കോസ് 8ന്റെ 4 മുതൽ 18 വരെ, ലൂക്കോസ് 8ന്റെ 4 മുതൽ 18 വരെ. 30ാമത് കാറ്റിനെയും കടലിനെയും യേശു കർത്താവ് ശാന്തമാക്കി. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. മത്തായി 8ന്റെ 23 മുതൽ 27 വരെ, മത്തായി 8ന്റെ 23 27 വരെ, മർക്കോസ് 4ന്റെ 35 41, മർക്കോസ് 4 35 മുതൽ 41 വരെ, ലൂക്കോസ് 8ന്റെ 22 മുതൽ 25 വരെ, ലൂക്കോസ് 8ന്റെ 22 മുതൽ 25 വരെ. 31ാമത്തെ കാര്യം ഗരസേന്യ, ഗരസേന്യ ദേശത്തെ ഭൂതഗ്രസ്തന് സൗഖ്യം നൽകി. ഗരസേന്യ ദേശത്തെ ഭൂതഗ്രസ്തന് സൗഖ്യം നൽകി. 31 മത്തായി 8ന്റെ 28 മുതൽ 34 വരെ, മർക്കോസ് 5ന്റെ 1 മുതൽ 20 വരെ, ലൂക്കോസ് 8ന്റെ 26 മുതൽ 30 വരെ, മത്തായി 8ന്റെ 28 മുതൽ 34 വരെ, മർക്കോസ് 5ന്റെ 1 മുതൽ 20 വരെ, ലൂക്കോസ് 8ന്റെ 26 മുതൽ 30 വരെ. 32 12 സംവത്സരമായി രക്തസ്രാവമുള്ള സ്ത്രീക്ക് സൗഖ്യം നൽകുന്നു. യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്നു. 12 സംവത്സരമായി രക്തസ്രാവമുള്ള സ്ത്രീക്ക് സൗഖ്യം നൽകി യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചു. മത്തായി 9ന്റെ 18 26, മർക്കോസ് 5ന്റെ 21 43, ലൂക്കോസ് 8ന്റെ 40 മുതൽ 56 വരെ, മത്തായി 9ന്റെ 18 മുതൽ 26 വരെ, മർക്കോസ് 5ന്റെ 21 മുതൽ 43 വരെ, ലൂക്കോസ് 8ന്റെ 40 മുതൽ 56 വരെ. 32ാമത്തെ കാര്യം യേശു 2 കുരുടന്മാർക്ക് സൗഖ്യം നൽകുന്നു. യേശു 2 കുരുടന്മാർക്ക് സൗഖ്യം നൽകി. മത്തായി 9ന്റെ 27 മുതൽ 31 വരെ, മത്തായി 9ന്റെ 27 മുതൽ 31 വരെ. 34 ഊമന് സംസാരശേഷി നൽകി. ഊമന് സംസാരശേഷി നൽകി. മത്തായി 9ന്റെ 32 മുതൽ 34 വരെ, മത്തായി 9ന്റെ 32 മുതൽ 34 വരെ. യേശു നസ്രേത്തിൽ തിരസ്കരിക്കപ്പെടുന്നു. 35 യേശു നസ്രേത്തിൽ തിരസ്കരിക്കപ്പെടുന്നു. മത്തായി 13ന്റെ 54 മുതൽ 86 വരെ, മത്തായി 13 54 മുതൽ 86 വരെ, മർക്കോസ് 6ന്റെ 1 മുതൽ 6 വരെ. 36ാമത്തെ കാര്യം അപ്പോസ്തലന്മാരെ പ്രേക്ഷിത വേലയ്ക്കായി അയക്കുന്നു. 36 അപ്പോസ്തലന്മാരെ പ്രേക്ഷിത വേലയ്ക്കായി അയക്കുന്നു. മത്തായി 10-ാം അധ്യായം, മർക്കോസ് 6ന്റെ 6 മുതൽ 13 വരെ, ലൂക്കോസ് 9ന്റെ 1 മുതൽ 6 വരെ. മത്തായി 10-ാം അധ്യായം, മർക്കോസ് 6ന്റെ 6 മുതൽ 13 വരെ, ലൂക്കോസ് 9ന്റെ 1 മുതൽ 6 വരെ. 37ാമതായി യോഹന്നാൻ സ്നാപകന്റെ മരണമാണ്. യോഹന്നാൻ സ്നാപകന്റെ മരണം. മത്തായി 4ന്റെ 1 മുതൽ 12, മത്തായി 4ന്റെ 1 മുതൽ 12, മർക്കോസ് 6ന്റെ 14 മുതൽ 29, മർക്കോസ് 6ന്റെ 14 മുതൽ 29, ലൂക്കോസ് 9ന്റെ 7 മുതൽ 9 വരെ, ലൂക്കോസ് 9ന്റെ 7 മുതൽ 9 വരെ. 38ാമത്തെ കാര്യം അപ്പോസ്തലന്മാർ മടങ്ങിയെത്തുന്നു. 38 അപ്പോസ്തലന്മാർ മടങ്ങിയെത്തുന്നു.
ലൂക്കോസ് 9:10, മർക്കോസ് 6:30. ലൂക്കോസ് 9:10, മർക്കോസ് 6:30. 39-ാമത്തെ കാര്യം, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു. മർക്കോസ് 14:13 മുതൽ 21 വരെ. സോറി, മർക്കോസ് അല്ല, മത്തായി 14:13 മുതൽ 21 വരെ. മർക്കോസ് 6:30 മുതൽ 44 വരെ. മർക്കോസ് 6:30 മുതൽ 44 വരെ. ലൂക്കോസ് 9:10 മുതൽ 17 വരെ. യോഹന്നാൻ 6:1 മുതൽ 13 വരെ. യോഹന്നാൻ 6:1 മുതൽ 13 വരെ. 40-ാമത്തെ കാര്യം, യേശു വെള്ളത്തിന്മേൽ നടക്കുന്നു. യേശു വെള്ളത്തിന്മേൽ നടക്കുന്നു. മത്തായി 14:22-33 വരെ. മർക്കോസ് 6:45 തൊട്ട് 52 വരെ. ലൂക്കോസ് 6:16 മുതൽ 21 വരെ. മത്തായി 14:22 മുതൽ 33 വരെ. മർക്കോസ് 6:45 മുതൽ 52 വരെ. ലൂക്കോസ് 6:16 മുതൽ 21 വരെ. 41-ാമത്തെ കാര്യം, അവസാനത്തെ കാര്യം, യേശു കപ്പർന്നഹൂമിലെ പള്ളിയിൽ താൻ ജീവന്റെ അപ്പമാണെന്ന് വെളിപ്പെടുത്തുന്നു. യേശു കപ്പർന്നഹൂമിലെ പള്ളിയിൽ താൻ ജീവന്റെ അപ്പമാണെന്ന് വെളിപ്പെടുത്തുന്നു. യോഹന്നാൻ 6:22 മുതൽ 71 വരെ. യോഹന്നാൻ 6:22 മുതൽ 71 വരെ. 41 സംഭവങ്ങളാണ്, പ്രധാന സംഭവങ്ങളാണ് യേശുക്രിസ്തുവിന്റെ 2-ാം വർഷ ശുശ്രൂഷയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് യേശു നേരിട്ട ഒരു 7 വെല്ലുവിളികളുണ്ട്. യേശു നേരിട്ട 7 വെല്ലുവിളികൾ, അത് നമുക്കൊന്ന് നോക്കാം. യേശുവിന്റെ 2-ാം വർഷ ശുശ്രൂഷയിൽ യേശു നേരിട്ട 7 വെല്ലുവിളികൾ. ഒന്നാമത്തെ വെല്ലുവിളി ഞാൻ പറഞ്ഞതുപോലെ സ്ഥിരതയില്ലാത്ത ശിഷ്യന്മാരാണ്. സ്ഥിരതയില്ലാത്ത ശിഷ്യന്മാർ. ഞാൻ പറഞ്ഞു, 1-ാം വർഷം എന്ത് ചെയ്തിരുന്നു? യേശു കർത്താവ് ആരെ കണ്ടു? യോഹന്നാനെ കണ്ടു, അന്ത്രയോസിനെ കണ്ടു. നമ്മൾ എവിടെ വായിക്കുന്നത്? യോഹന്നാൻ സുവിശേഷം എടുക്കാമോ? യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ ഈ യോഹന്നാൻ സ്നാപകൻ യേശു കർത്താവ് ദൈവത്തിന്റെ കുഞ്ഞാടാണ് എന്ന് പറയുമ്പോൾ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. 37-ാം വാക്യം, അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. ഓക്കെ, അങ്ങനെ അനുഗമിച്ചവരുടെ പേര് പറയുകയാണ്. 40-ാം വാക്യം, യോഹന്നാൻ പറഞ്ഞു കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. ഓക്കെ, ഈ അന്ത്രയോസ് പോയി ആരെ വിളിക്കുന്നു? 41-ാം വാക്യം, യോഹന്നാൻ 1:41, അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ആദ്യം തന്നെ യേശു കർത്താവ് യാക്കോബിനെ, യോഹന്നാനെ, യാക്കോബിനെ, പത്രോസിനെ, അന്ത്രയോസിനെ കാണുന്നുണ്ട്. ഓക്കെ, ഇനി മർക്കോസ് സുവിശേഷം 1:14-15 വായിക്കാമോ? മർക്കോസ് 1:14-15. ഓക്കെ, ഇനി ലൂക്കോസ് 5 അതിന്റെ 10-11 വായിക്കാമോ? ലൂക്കോസ് 5:10-11. ഓക്കെ, ഇതിന്റെ ഇടയിൽ വെച്ച് സംഭവിക്കുന്ന വേറൊരു കാര്യമുണ്ട്. അത് യേശു ഈ പത്രോസിന്റെ അമ്മാവി അമ്മയ്ക്ക് സൗഖ്യം കൊടുക്കുന്നതാണ്. അത് മത്തായി 8:14 മുതൽ 17 വരെ. മത്തായി 8:14 മുതൽ 17 വരെ. മതി 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 അത് മതി. നോക്കിയേ, ഇത്ര സംഭവമുള്ളൂ. ആദ്യം യേശു കർത്താവ് 1-ാം വർഷം തന്നെ ആരെ കാണുന്നു? ഈ 4 പേരെയും കാണുന്നു. പിന്നീട് യേശു കർത്താവ് ഇവരെ എന്ത് ചെയ്യുന്നു? ശിഷ്യന്മാരായിട്ട് വിളിക്കുന്നു.
വിളിച്ചതിന് ശേഷം വീണ്ടും യേശു കർത്താവ് പത്രോസിന്റെ വീട്ടിൽ പോയി അമ്മയ്ക്ക് സൗഖ്യം കൊടുക്കുന്നു. എന്നിട്ട് ഇവരെന്ത് ചെയ്യുക? വീണ്ടും വള്ളവും വലയും എടുത്തുകൊണ്ട് ഈ മീൻ പിടിക്കാൻ വേണ്ടി പോവുക. അങ്ങനെ വന്നപ്പോഴാണ് ലൂക്കോസ് 5-ാം അധ്യായം. ലൂക്കോസ് 5-ാം അധ്യായത്തിൽ യേശു വരുന്നു, ശീമോൻ പത്രോസ് ഉള്ളതായ വള്ളത്തിൽ കയറുന്നു, അവിടെ വെച്ച് പ്രസംഗിക്കുന്നു. പ്രസംഗിച്ച ശേഷം പറയുകയാണ്, ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുക. അപ്പൊ പത്രോസ് എന്താ പറയുന്നേ? നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. അങ്ങനെ വല ഇറക്കുന്നു, പെരുത്ത മീൻകൂട്ടം കാണുന്നു. ഈ മീൻകൂട്ടത്തെ കണ്ടു കഴിയുമ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഞാൻ പാപിയായ മനുഷ്യനാണ്. എന്താണ് ഈ പാപം? കഴിഞ്ഞ കുറെ പ്രാവശ്യമായ അവസരങ്ങൾ കിട്ടിയിട്ടും എന്ത് ചെയ്യുന്നില്ല? യേശുവിനെ അനുഗമിക്കേണ്ടതുപോലെ അനുഗമിക്കുന്ന ഇല്ല. അപ്പൊ യേശു കർത്താവ് പറഞ്ഞു, സാരമില്ല, നീ ഇന്നു മുതൽ മനുഷ്യനെ പിടിക്കുന്നവൻ. അപ്പോൾ അവരെന്ത് ചെയ്യുക? വള്ളവും വലയും വിട്ട് യേശുവിനെ അനുഗമിക്കും. അപ്പൊ ഒരു സ്ഥിരതയില്ലാത്ത ഒരു ശിഷ്യന്മാര് യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ ഒരു വെല്ലുവിളിയായിരുന്നു. കുറെ പ്രാവശ്യം എന്ത് ചെയ്യേണ്ടി വന്നു? ഈ ശിഷ്യന്മാരെ വിളിക്കേണ്ടതായിട്ട് വന്നു. അതാണ് ഒന്നാമത്തെ വെല്ലുവിളി. രണ്ടാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത്, ഈ നാട്ടുകാർക്ക് വിശ്വാസമില്ലാത്ത നാട്ടുകാരാണ്. വിശ്വാസമില്ലാത്ത നാട്ടുകാർ. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 30 വരെ. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 30 വരെ. യേശു അത് വായിച്ചു, പിന്നെ അവിടെ ചെന്ന് ഇരുന്നു. പിന്നെ സംഭവിക്കുന്ന കാര്യം എന്താ നോക്കിയേ? അവരെന്ത് ചെയ്യുന്നില്ല? അവനെ വിശ്വസിക്കുന്ന ഇല്ല. ഓക്കെ, നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. മത്തായി സുവിശേഷം 13-ന്റെ 54-ാമത്തെ വാക്യം. മത്തായി 13-ന്റെ 54-ാമത്തെ വാക്യം. അപ്പം രണ്ടാമത്തെ പ്രശ്നം എന്താ? നാട്ടിലെ ആൾക്കാർക്ക് ആരെ വിശ്വാസമില്ല? യേശുവിനെ വിശ്വാസം ഇല്ല. ഇവന്റെ അച്ഛന്റെ മകനല്ലേ, ഇവൻ മറിയയുടെ മകനല്ലേ, ഇവന്റെ സഹോദരന്മാരെ യാക്കോബ്, യോസെ, യൂദ ഇവരൊക്കെ നമ്മുടെ കൂടെ ഇല്ലേ? സഹോദരിമാരും നമ്മുടെ കൂടെ ഇല്ലേ? പിന്നെ ഇവന് ജ്ഞാനമൊക്കെ എവിടുന്ന് കിട്ടിയത്? അപ്പൊ ഒന്ന്, ഒരു സ്ഥിരതയും ഇല്ലാത്ത ശിഷ്യന്മാര് യേശുവിനുണ്ടായിരുന്നു. അതൊരു വെല്ലുവിളിയായിരുന്നു. രണ്ടാമത്, യേശു കർത്താവിന് വിശ്വാസമില്ലാത്ത നാട്ടുകാരുണ്ടായിരുന്നു. നമ്മൾ ഈ പറയാറുണ്ട്, എന്ത് പറയാ, ഈ യേശു കർത്താവ് പറഞ്ഞ വാചകം തന്നെയാ, സ്വന്തം പ്രവാചകന് നാട്ടിൽ അല്ലെ, സ്വന്തം നാട്ടിൽ വില ഇല്ല. ഇതെല്ലാ കാലത്തെയും വെല്ലുവിളികളിൽ ഒന്നാണ്. നമ്മളും ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യേണ്ടി വന്നേക്കാം? ഇത്തരം വെല്ലുവിളികൾ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. ചില ആൾക്കാരെ നേടാൻ വേണ്ടി നമ്മൾ ഒരുപാട് തവണ പിൻചെല്ലേണ്ടി വന്നേക്കാം. ചില സമയത്ത് നമ്മുടെ സ്വന്തം നാട്ടിൽ നമുക്ക് വിലയില്ലാതെയും, നമ്മുടെ കയ്യിലിരിപ്പോണ്ടല്ല, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, എങ്കിലും നമുക്കുണ്ടാകുന്ന ഈ ജ്ഞാനമൊക്കെ കാണുമ്പോൾ ഇവൻ ഇങ്ങനെ ചുമ്മാ ഇത് നടന്ന പയ്യനല്ലേ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു. മൂന്നാമത്തെ വെല്ലുവിളി, യേശുവിനെ മനസ്സിലാക്കാത്ത വീട്ടുകാരാണ്. യേശുവിനെ മനസ്സിലാക്കാത്ത വീട്ടുകാരാണ്. മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം 30-31 വാക്യം. മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം 30-31 വാക്യം. മതി. നോക്കി, ഇവിടുത്തെ പ്രശ്നം ഇതാണ്. യേശു ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ ആദ്യം പറഞ്ഞു, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെയേസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞു, അവന്റെ ഉള്ളിൽ ഒരു ഭൂതമുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, അനന്തരം അവന്റെ അമ്മയും സഹോദരന്മാരും അവനെ കാണാനായിട്ട്. അപ്പൊ ആരെ അറിയിച്ചിട്ടുണ്ട് ഈ കാര്യം? നിങ്ങളുടെ മൂത്ത മകനൊരു പ്രശ്നമുണ്ട് കേട്ടോ എന്ന് ആരെ അറിയിച്ചു? യേശുവിന്റെ അമ്മ മറിയയും സഹോദരന്മാരെ അറിയിച്ചു. അവരപ്പോ എന്ത് ചെയ്യുക? യേശുവിനെ പിടിച്ചോണ്ട് പോകാൻ വേണ്ടി വരിക. എവിടെയെങ്കിലും കൊണ്ടുപോയി എന്ത് ചെയ്യണം? ഒന്ന് സുഖപ്പെടുത്തി എടുക്കണം. അപ്പൊ സ്വന്തം വീട്ടുകാരെന്ത് ചെയ്തില്ല? യേശുവിനെ മനസ്സിലാക്കിയില്ല. അവൻ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അനന്തരം അവരെന്ത് ചെയ്യുക? അവനിലൊരു ഭൂതമുണ്ടെന്ന് പറഞ്ഞതോടുകൂടെ അവനെ കാണാൻ വേണ്ടി വരിക. അതിന്റെ അർത്ഥം എന്താ? അവരും എന്ത് ചെയ്തില്ല? യേശുവിനെ വേണ്ടതുപോലെ മനസ്സിലാക്കി. നമ്മൾ വായിക്കുന്നുണ്ട്, അവന്റെ സഹോദരന്മാരെ വിശ്വസിച്ചിരുന്നില്ല.
പിന്നീട് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷമാണ് യാക്കോബും യൂദയുമൊക്കെ എന്ത് ചെയ്യുന്നത്? യേശുവിനെ വിശ്വസിക്കും. അപ്പൊ മനസ്സിലാക്കാത്ത വീട്ടുകാര് ഉണ്ടായിരുന്നു. സ്ഥിരതയില്ല ശിഷ്യന്മാരാണ് ഒന്നാമത്തെ വെല്ലുവിളി. രണ്ടാമത്തേത് വിശ്വാസമില്ലാത്ത നാട്ടുകാരാണ്. മൂന്നാമത്തേത് മനസ്സിലാക്കാത്ത വീട്ടുകാരാണ്. നാലാമത്തേത് തിരിച്ചറിവില്ലാത്ത സ്നേഹിതനാണ്. തിരിച്ചറിവില്ലാത്ത ഒരു സ്നേഹിതൻ. അത് മത്തായി 11 മൂന്നാമത്തെ വാക്യം. തിരിച്ചറിവില്ലാത്ത സ്നേഹിതൻ. ഇവിടുത്തെ കാര്യം അറിയാമല്ലോ. യോഹന്നാൻ സ്നാപകൻ തടവിലാണ്. യേശു യോഹന്നാനെ കാണാൻ വേണ്ടി ചെന്നില്ല. യോഹന്നാനെ വിടുവിക്കാനുള്ള ഒരു കാര്യപരിപാടിയും യേശു സ്വീകരിക്കുന്നില്ല. അപ്പൊ യോഹന്നാൻ ചോദിക്കുകയാണ്, ശരിക്കും വരാനുള്ളവൻ നീ തന്നെയാണോ? ഞങ്ങൾ വേറൊരുത്തനെ കാത്തിരിക്കും. അപ്പൊ എന്താ പ്രശ്നം ഇവിടുത്തെ? യോഹന്നാൻ ആരാ? സ്നേഹിതനാ. കാരണം യോഹന്നാൻ തന്നെ പറഞ്ഞു, മണവാളന്റെ സ്നേഹിതൻ. മണവാളന്റെ സ്നേഹിതൻ. ദൈവസഭ മണവാട്ടിയാണ്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരൊക്കെ ആരാണ്? മണവാളനായ ക്രിസ്തുവിന്റെ സ്നേഹിതന്മാരാണ്. ഈ സ്നേഹിതൻ എന്ത് ചെയ്യാണ്? യേശുവിനെ സംശയിക്കുകയാണ്. തിരിച്ചറിവില്ലാത്ത ഒരവസ്ഥയിൽ അദ്ദേഹം പെരുമാറുക. അപ്പൊ നാലാമത്തെ വെല്ലുവിളി തിരിച്ചറിവില്ലാത്ത സ്നേഹിതനാണ്. അഞ്ചാമത്തെ വെല്ലുവിളി മത്തായി 12 2 വാക്യവും 14 വാക്യവും. മത്തായി 12 2 വാക്യവും 14 വാക്യവും. 14 വാക്യം. അപ്പൊ കുറ്റപ്പെടുത്തുന്ന നിയമവാദികൾ. ഈ പരീശന്മാര് യെരൂശലേമിൽ യഹൂദന്മാരുടെ ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ആണ്, ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ആണ്. ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത്, ഇവർ ഈ കൽപ്പനകളെ അങ്ങനെ തന്നെ പ്രമാണിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്ത് ചെയ്യും? ഈ ദശാംശം കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇവർ എന്ത് ചെയ്യും? ദശാംശം കൃത്യം എണ്ണിക്കൊടുക്കും. അത് ഈ ജീരകം വരെ എന്ത് ചെയ്യും? ഇവരെണ്ണും. എണ്ണി എടുത്തിട്ട് എന്ത് ചെയ്യും? 10ൽ 1 അല്ലെങ്കിൽ 100ൽ 10 ഇങ്ങനെ കൊടുക്കുന്നവരാ. എല്ലാ കൽപ്പനയും കൃത്യമായി പ്രമാണിക്കുന്നവരാ. പക്ഷെ പ്രശ്നം, ഇതിന്റെ ഉള്ളിലുള്ള ആത്മാവിനെ എന്ത് ചെയ്തിട്ടില്ല? ഇവർ മനസ്സിലാക്കിയിട്ടില്ല. എന്തിനാണ് ഈ ശബ്ബത്ത് നൽകിയതെന്നോ എന്തിനാണ് കൽപ്പനകളുടെ ഉദ്ദേശമെന്നോ ഇവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇതിങ്ങനെ ഇവരിങ്ങനെ പ്രമാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ യഥാർത്ഥമായി എന്ത് ചെയ്യുന്നില്ല? അതിന്റെ ഉദ്ദേശ ശുദ്ധിയിൽ അത് പ്രമാണിക്കുന്നില്ല. അങ്ങനെ പ്രമാണിക്കാതെ വന്നപ്പോ അവർ നിയമവാദികളായിട്ട് മാറി. നിങ്ങൾ നിയമങ്ങൾ വെറുതെ പറയും. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ശാസ്ത്രിമാരുടെ ഒക്കെ പഠിപ്പിക്കൽ കേട്ടോണം, അവര് പറയുന്ന കാര്യം കേട്ടോണം. പക്ഷെ അവര് ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യാൻ പാടില്ല? ചെയ്യാനായിട്ട് പാടില്ല. യേശു കർത്താവ് പറഞ്ഞു, സൗഖ്യമാക്കാൻ വേറെ 6 ദിവസം ഉണ്ടല്ലോ, അന്നേരം ഒന്ന് സൗഖ്യമാക്കിക്കോ. ഈ 7-ാം ദിവസം എന്ത് ചെയ്യേണ്ട? സൗഖ്യമാക്കേണ്ട എന്ന് പറയും. അപ്പൊ നിയമവാദികളായ ആളുകൾ യേശുവിന് എതിരായിരുന്നു. ഇന്നും ഇത്തരം സാഹചര്യങ്ങളുണ്ട്. ഈ നിയമത്തെ കൃത്യമായി പാലിക്കാൻ വേണ്ടി ആഗ്രഹം നല്ലതാണ്. പക്ഷെ അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? മറ്റുള്ളവരെ കൂടെ ഒന്ന് മനസ്സിലാക്കേണ്ടതും കൂടെ ഉണ്ട്. ഈ സഭയിൽ വരുന്ന കാര്യത്തിലാണെങ്കിലും, സഭയുടെ ഓരോ സിസ്റ്റത്തിന്റെ ഓരോ ശുശ്രൂഷയുടെ കാര്യത്തിലാണെങ്കിലും, നമ്മുടെ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും, നമ്മുടെ ബിഹേവിയറിന്റെ കാര്യത്തിലാണെങ്കിലും, എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എന്ത് ചെയ്യണം? നമ്മളൊന്ന് ശ്രദ്ധിക്കണം. വെറുതെ കുറ്റപ്പെടുന്നവരെന്ത് ചെയ്യാൻ പാടില്ല? മാറാനായിട്ട് പാടില്ല. അതൊരു നല്ല ശീലമല്ല. പക്ഷെ ഇവിടെ കുറ്റപ്പെടുത്തുന്നവരുണ്ടായിരുന്നു യേശുവിന് ചുറ്റും. അവർ പറഞ്ഞ ശിഷ്യന്മാര് ന്യായപ്രമാണത്തെ ലംഘിക്കുന്നു, അവർ ശബത്തിനെ ലംഘിക്കുന്നു, അവർ ശബത്തിൽ വിഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു, നീയും ശബത്തിൽ വിഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് യേശുവിനെതിരെ വെല്ലുവിളി അവര് ഉയർത്തി. ഏത് കൽപ്പനയും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ളതാണ്. ഏത് കൽപ്പനയും നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്. നമുക്ക് മുഷിച്ചിലുണ്ടാക്കാൻ വേണ്ടി ഉള്ളതല്ല, നമ്മളെ വല്ലാതെ വലച്ചു കളയാൻ വേണ്ടി ഉള്ളതല്ല, നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ കൽപ്പനയും ഉള്ളത്. പക്ഷെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറില്ല? അതിന്റെ കൃത്യമായ കാരണത്തെ മനസ്സിലാക്കാറില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? നമുക്കിത് മുഷിച്ചലായിട്ട് തോന്നും. പക്ഷെ ഇതെല്ലാം നന്മയ്ക്കുള്ളതാണ് കൽപ്പനകൾ. പക്ഷെ അവർക്കത് മനസ്സിലായില്ല. അതുകൊണ്ട് അവർ നിയമവാദികളായിട്ട് മാറി. അവർ യേശുവിനെ കുറ്റപ്പെടുത്തി. 6-ാമത്തെ പ്രശ്നം, 6-ാമത്തെ വെല്ലുവിളി,
യേശുവിനെ അനുഗമിക്കുന്ന ആത്മാർത്ഥതയില്ലാത്ത അനുയായികൾ ഉണ്ടായിരുന്നു. ആത്മാർത്ഥതയില്ലാത്ത അനുയായികൾ ഉണ്ടായിരുന്നു. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 27 വരെ. യോഹന്നാൻ 6-ന്റെ 25 മുതൽ 27 വരെ. കുറെ പേര് യേശുവിന്റെ പുറകെ വരിക. യേശു പറയുകയാണ്, നിങ്ങൾ ഒരു ആത്മാർത്ഥത ഇല്ലാത്തവരാ. കാരണം എന്താ? നിങ്ങൾ അപ്പം തിന്നാൻ വേണ്ടിയാ വരുന്നത്, വചനം കേൾക്കാൻ വേണ്ടി വരുന്നവരല്ല. നിങ്ങൾ അപ്പം തിന്നാൻ വേണ്ടിയാ. അപ്പൊ ആത്മാർത്ഥത ഇല്ലാത്ത അനുയായികൾ ആർക്കുണ്ടായിരുന്നു? യേശുവിന് ഉണ്ടായിരുന്നു. അതൊരു വെല്ലുവിളിയാ. ചിലപ്പോ നമ്മുടെയൊക്കെ സഭകൾക്കകത്ത് ഒരു ആത്മാർത്ഥത ഇല്ലാത്ത ആൾക്കാരുണ്ടാകും. ഒരു ആത്മാർത്ഥതയും കാണത്തില്ല. പക്ഷെ അവരെന്ത് ചെയ്യും? ചിലപ്പോ എല്ലാ മീറ്റിങ്ങിനും വരും, എല്ലാ പരിപാടികൾക്കും ഉണ്ടാകും. പക്ഷെ 1% പോലും ആത്മാർത്ഥത കാണിക്കത്തില്ല. ചിലപ്പോൾ വെറുതെ വന്നിരുന്നിട്ട് പോകുന്നവരായിരിക്കും, ചിലപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും കാര്യം വന്നാൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം പോലും ചെയ്യത്തില്ല. ഒരു പാട്ടെടുത്ത് പാടത്തില്ല, ഒന്ന് പ്രാർത്ഥിക്കത്തില്ല, സ്തോത്രം ചെയ്യത്തില്ല, മറ്റ് സാമ്പത്തിക ആവശ്യം അതിൽ സഹായിക്കത്തില്ല. വെറുതെ ഇങ്ങനെ വന്നിരുന്ന് എന്ത് ചെയ്യും? ഇങ്ങനെ അങ്ങ് പോകും. ചോദിച്ചാൽ പറയും, ഞാനും ദൈവമകനാ, ഞാനും വിശ്വാസിയാ, ഞാനും ക്രിസ്ത്യാനിയാ. പക്ഷെ ഇവരെ കൊണ്ട് എന്തില്ല? ഒരു ആത്മാർത്ഥതയും നമുക്കില്ല, ഒരു പ്രയോജനവും നമുക്ക് ഇല്ല. അങ്ങനത്തെ ആൾക്കാരും അന്നുണ്ടായിരുന്നു, ഇന്നും അങ്ങനത്തെ ആൾക്കാർ ഉണ്ട്. യേശു നേരിട്ട അവസാനത്തെ 7-ാമത്തെ വെല്ലുവിളി, യേശുവിന്റെ ശിഷ്യന്മാർക്ക് യേശുവിൽ വിശ്വാസമില്ലാത്ത ശിഷ്യന്മാർ. വാക്യം മർക്കോസ് 4:35. മർക്കോസ് 4:35. നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ സമം യേശു അവരോട് സമം ശിഷ്യന്മാരോട് പറഞ്ഞു. ഓക്കെ, ഇനി മത്തായി 8:25 വായിക്കാമോ? മത്തായി 8:25. നോക്കിയേ, ഒരു വള്ളത്തിലാണ് ശിഷ്യന്മാരും യേശുവും. ഓക്കെ, ഒരു വള്ളത്തിലാണ് ശിഷ്യന്മാരും യേശുവും. ഈ യാത്ര തുടങ്ങും മുൻപ് യേശു എന്താ പറഞ്ഞേ? അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞു. ഈ പാതി വഴിയിൽ വെച്ച്, അല്ലെങ്കിൽ കടലിന് അടുക്കിൽ എത്തിയപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? ഈ കാറ്റും തിരമാലയും ഒക്കെ ഉണ്ടാകുന്നു, പടക് മുങ്ങുമാറാകുമ്പം ഇവരെന്താ യേശുവിനോട് പറഞ്ഞേ? രക്ഷിക്കണം. ശരിക്കും എന്താ പറയണ്ടേ? ഇപ്പൊ നമ്മളെല്ലാരും കൂടെ ഒരു വണ്ടിയെ പോവാന്നിരിക്കട്ടെ. ഓക്കെ, ഞാൻ വണ്ടി ഓടിക്കുന്നു, ഞാൻ അല്പം റോങ് ആയിട്ട് വണ്ടി ഓടിച്ചു എന്നിരിക്കട്ടെ, അമിതമായ സ്പീഡ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ നിങ്ങൾ എന്തോ പറയും? വണ്ടി ഇടിക്കാൻ വേണ്ടി നിങ്ങൾ എന്തോ പറയും? അയ്യോ, നമ്മളെല്ലാം മരിച്ചു പോകുന്നു പറയും. അങ്ങനെയല്ലേ പറയത്തുള്ളൂ, അല്ലേ? പക്ഷെ ഇവര് ശരിക്കും എന്താ പറഞ്ഞേ? അപ്പൊ ഈ കൂടെയുള്ള യേശുവോ? പുള്ളി രക്ഷപ്പെട്ടുള്ളൂ, ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ മരിച്ച് പോകും. പുള്ളിയുടെ കാര്യം സേഫാ, യേശുവിന്റെ കാര്യം സേഫ്. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ യേശുവിൻ ഒരു വിശ്വാസം ഇല്ലാത്ത അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞാൽ അക്കരെ വരെ ഒന്നും ഈ പുള്ളി കൊണ്ടുപോകത്തില്ല. പുള്ളി പോകത്തേ ഉള്ളൂ, ഞങ്ങൾ ഇവിടെ പെട്ടുപോകത്തേ ഉള്ളൂ, ഞങ്ങൾ മരിച്ചു പോകും എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ശിഷ്യന്മാർക്ക് ഉണ്ടായത്. അപ്പം ആ പ്രയോഗം ശ്രദ്ധിക്കണം. നമ്മളെന്നാ പറയണ്ടേ. നമ്മളൊക്കെ വെള്ളത്തിൽ മുങ്ങി ചാവെന്ന് പറയേണ്ടത് ഇവര് പറയുകയാണ്, ഞങ്ങൾ നശിച്ചു പോകുന്നു, നിനക്ക് എന്തില്ലയോ വിചാരം ഇല്ല. ചിലപ്പോ നമ്മൾ അങ്ങനെയല്ലേ, കർത്താവേ നിനക്ക് എന്നെ കുറിച്ച് ഒരു വിചാരവും ഇല്ലേ, അല്ലെ? ഒരു പനി വരുമ്പോ, ഒരു രോഗം വരുമ്പോ, കടഭാരം വരുമ്പോ, എന്റെ കർത്താവേ നിനക്ക് എന്നെ കുറിച്ചൊരു വിചാരവും ഇല്ല എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ കൂടെ ആരുണ്ട്? യേശു ഉണ്ട്. നമ്മുടെ കൂടെ ആര് നടക്കുന്നുണ്ട്? യേശു നടക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും അവന്റെ തോളിലാണ്. നമ്മൾ സുരക്ഷിതമായിട്ട് അക്കരെ എത്തും. അങ്ങനെ നമ്മൾ വായിക്കുന്നേ, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ ആനന്ദത്തോടെ കളങ്കമില്ലാത്തവരായി നിർത്തും. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കാം. ഞാൻ അനന്യനായ ദൈവം ആകുന്നു.
ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ മറക്കത്ത് ഇല്ല. അപ്പൊ ദൈവം നമുക്ക് ഒരുപാട് വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നമ്മെ അവസാനം വരെ കൊണ്ടുപോകുന്നുള്ളതാ. പക്ഷെ പാതി വഴിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കരുതരുത്, അയ്യോ ഇത് ഇവിടം കൊണ്ട് തീരുകയാണ്, ഞാൻ ഇവിടം കൊണ്ട് നശിക്കുകയാണെന്ന് കരുതരുത്. ഈ മതിലും നമ്മൾ ചാടി കടക്കും. എന്റെ ദൈവത്താൽ ഈ മതിലും നമ്മൾ ചാടി കടക്കും. വെല്ലുവിളികൾ ഉണ്ടായിരുന്നു യേശുവിന്. 7 വെല്ലുവിളി 2 വർഷം നേരിട്ടു. ഒന്നാമത്തെ വെല്ലുവിളി ഒരു സ്ഥിരതയുള്ള ശിഷ്യന്മാരാണ്. രണ്ടാമത്തേത് വിശ്വാസമില്ലാത്ത നാട്ടുകാരാണ്. 3 മനസ്സിലാക്കാത്ത വീട്ടുകാർ. 4 തിരിച്ചറിവില്ലാത്ത സ്നേഹിതൻ. 5 കുറ്റപ്പെടുത്തുന്ന നിയമവാദികൾ. 6 ആത്മാർത്ഥതയില്ലാത്ത അനുയായികൾ. 7 വിശ്വാസമില്ലാത്ത ശിഷ്യന്മാർ. ഇനി നമുക്ക് യേശുവിൽ നിന്ന് പഠിക്കേണ്ട ഒരു പ്രായോഗികമായ 7 പാഠങ്ങൾ വേഗത്തിൽ നോക്കാം. യേശുവിൽ നിന്ന് പഠിക്കേണ്ട പ്രായോഗികമായ 7 പാഠങ്ങൾ. ലൂക്കോസ് 4:16 ഒന്നാമത്തെ പാഠം. ലൂക്കോസ് 4:16 പതിവായി പള്ളിയിൽ പോകും. പതിവായി പള്ളിയിൽ പോവുക. ലൂക്കോസ് 4:16 വായിച്ചു. ഇവിടെ എല്ലാം പതിവാട്ടോ. ശബത്തിൽ പതിവായി പോകുന്നു, വായിക്കുന്നതും പതിവാണ്. പതിവായി എഴുന്നേറ്റ് പതിവായിട്ട് എവിടെ പോകും? പതിവായി പള്ളിയിൽ പോകും. അത് നല്ല മാതൃകയല്ലേ? നല്ലൊരു പാഠമല്ലേ നമുക്ക്? പതിവായിട്ട് എന്ത് ചെയ്യുക? പള്ളിയിൽ പോവുക. അല്ലെങ്കിൽ പതിവായി, നമ്മുടെ ഭാഷ പതിവായിട്ട് എന്ത് ചെയ്യുക? സഭയിൽ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വരിക എന്നുള്ളതല്ല, എല്ലാ മീറ്റിങ്ങുകൾക്കും വരിക, എല്ലാ മീറ്റിങ്ങിലും സംബന്ധിക്കുക. നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഈ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുതെന്നല്ല നമ്മൾ പക്ഷെ പറയും, അങ്ങനെ പറയുന്നത്. ഇപ്പൊ ഞങ്ങൾ സുവിശേഷന്മാരൊക്കെ പറയും സഭായോഗങ്ങൾ എന്ത് ചെയ്യരുത്? ഉപേക്ഷയായി വിചാരിക്കരുതെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല വാക്യം. സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ, അതൊരു കൽപ്പനയായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അത് മാത്രമല്ല, ഈ അന്ത്യകാലമായി എന്ന് തോന്നുമ്പോ നിങ്ങൾ അത് അധികമായിട്ട് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പം സ്ഥിരമായി ദൈവത്തിന്റെ ആലയത്തിൽ പോകുന്ന, അല്ലെങ്കിൽ സ്ഥിരമായി സഭായോഗത്തിൽ സംബന്ധിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാകണം. ചുമ്മാ പോയാൽ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം? യേശു പതിവായി അവിടുത്തെ വചനം വായിക്കുമായിരുന്നു, പതിവായി അവരോട് സംസാരിക്കുകയും. ഇപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യുന്ന ശുശ്രൂഷ നമ്മൾ എന്ത് ചെയ്യണം? വെറുതെ ചെന്നിരിക്കുന്നവരല്ല. പണ്ടാരോ പറഞ്ഞതുപോലെ വന്നോണം, ഇരുന്നോണം, കേട്ടോണം, കഴിച്ചോണം, പൊയ്ക്കോണം, അങ്ങനെ 5 ഓണങ്ങൾ ഉണ്ണാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇരിക്കുന്നത്. നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം. അപ്പൊ യേശു എന്ത് ചെയ്ത്? പതിവായി പള്ളിയിൽ പോയി. അതൊന്നാമത്തെ ഒരു പാഠമാണ്, നമുക്കത് മാതൃകയാക്കാം. രണ്ടാമത്തെ നമുക്കുള്ളൊരു പാഠം എന്ന് പറയുന്നത് അധികാരത്തോടെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. അധികാരത്തോടെ ശുശ്രൂഷിക്കുക. റെഫറൻസ് മർക്കോസ് 1:22-27. മർക്കോസ് 1:22-27. അധികാരത്തോടെ ശുശ്രൂഷിക്കുക. ഓക്കെ, അതിന്റെ 27 കൂടെ വായിക്കാമോ? നോക്കിയേ, യേശു ചെയ്ത എല്ലാ ശുശ്രൂഷയിലും എന്തുണ്ടായിരുന്നു? ഒരധികാരം ഉണ്ടായിരുന്നു. അത് ദൈവമായതുകൊണ്ട് മാത്രമല്ല, തന്നെ ഏൽപ്പിച്ചതാണ് എന്ന ബോധ്യമാണ് എന്ന് നൽകിയത്, ഈ അധികാരം നൽകിയത്. ഇത് എന്നെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ആണ്. നമ്മൾ ഈ സഭകളിലെ മൂപ്പന്മാർക്ക് വേണ്ടി എഴുതപ്പെട്ട ലേഖനമാണ് തിമോഥെയോസിന്റെ ലേഖനം എന്ന് പറയുന്നത്. തിമോഥെയോസിന്റെ 2ാമത്തെ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട്, നീ എന്ത് ചെയ്യണം? അവരെ ശാസിക്കണം, അവരെ തർജ്ജനം ചെയ്യണം എന്നൊക്കെ പറയുന്നില്ലേ? അത് ചെയ്യേണ്ടത് ആരാ? ആ സഭയിലെ മൂപ്പനായിരിക്കുന്ന ആളാണ് അവിടെയുള്ള വിശ്വാസികൾ എന്ത് ചെയ്യേണ്ടത്? ശാസിക്കേണ്ടത്, അവരെ തർജ്ജനം ചെയ്യണം. തർജ്ജനം എന്ന് പറഞ്ഞാൽ എന്താ? അവരോട് പറയും, ഇനി മേലാൽ ഇങ്ങനെ ആവർത്തിക്കരുതെന്ന് പറയേണ്ടത് അവരാ, മൂപ്പന്മാരാ. ഇപ്പൊ ഇന്നത്തെ പ്രശ്നം എന്താ? ഇന്ന് നമ്മൾ അങ്ങനെ പറയുന്നില്ല. തർജ്ജനം ചെയ്യേണ്ടവരെന്ത് തർജ്ജനം ചെയ്യുന്നില്ല, ശാസിക്കേണ്ടവരെ ശാസിക്കുന്നു ഇല്ല. പലപ്പോഴും നമ്മൾ നമ്മുടെ അധികാരങ്ങൾ ഉപയോഗിക്കാത്ത ഇടത്ത് എന്ത് സംഭവിക്കും?
വിശ്വാസികൾ അവർക്ക് തോന്നിയതുപോലെ പെരുമാറും. അതായത് നല്ല രീതിയിൽ പരിപാലനമില്ലെങ്കിൽ ജനം അധോഗതി പ്രാപിക്കുന്നു എന്നാ പറയുന്നത്. നല്ല രീതിയിലുള്ള പരിപാലനമില്ലെങ്കിൽ ജനം എന്ത് ചെയ്യും? അധോഗതി പ്രാപിക്കും. അതായത് ദൈവം എന്നെ പഠിപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പഠിപ്പിക്കണം? അത് അധികാരത്തോടെ പഠിപ്പിക്കണം. ദൈവം എന്നെ ഏത് ശുശ്രൂഷ ഏൽപ്പിച്ചാലും അത് അധികാരത്തോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നത്? തലപൊക്കുന്നത്. ഒരു വീട്ടിൽ അധികാരത്തോടെ പെരുമാറേണ്ട ആള് ഭർത്താവാ. ആ ഭർത്താവ് അധികാരത്തോടെ പെരുമാറുന്നില്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. മക്കളോട് അധികാരത്തോടെ മാതാപിതാക്കൾ സംസാരിക്കുന്നില്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇല്ലേ? അവരവർക്ക് തോന്നിയതുപോലെ ജീവിക്കും. അതുകൊണ്ട് അവർ പറഞ്ഞേക്കുന്നത് ബാലനെ അടിക്കാതിരിക്കരുത്, ശിക്ഷിച്ചാൽ അടിച്ചാൽ അവൻ ചത്തുപോകത്തില്ല, വടി അവൻ എന്ത് ചെയ്യും? ബാലന്റെ ഹൃദയത്തോട് ദോഷം പറ്റിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വടി അവനെ അതിൽ നിന്നകറ്റുന്നു. അപ്പം അപ്പൻ അധികാരത്തോടെ പെരുമാറുമ്പോഴാണ് മക്കൾ എന്ത് ചെയ്യുന്നത്? നല്ല പാതയിൽ നടക്കുന്നത്. ഭർത്താവ് അധികാരത്തോടെ പെരുമാറുമ്പോഴാണ് കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകുന്നത്. അതേപോലെ സഭയിൽ ഉത്തരവാദിത്വമുള്ളവർ ആ ഉത്തരവാദിത്വം വിനിയോഗിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? കൃത്യമായ നടത്തിപ്പ് ഉണ്ടാകുന്നത്. ചില ആളുകളെ ഇരുത്തേണ്ട സമയത്ത് ഇരുത്താനും ചില ആളുകളെ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കാനും ഇന്ന് അധികാരത്തിലുള്ള തയ്യാറാകുന്നില്ലെങ്കിൽ നാളെ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. ചില നോകൾ നമ്മൾ പറയണം. ഞാൻ ഒരു സഭയുടെ അനുഭവം പറയാം. ഒരു സഭയില് അവിടെയുള്ള വേറൊരു സുവിശേഷകന്റെ മകൻ, ആരെന്നും പറയത്തില്ല, വേറൊരു സുവിശേഷകന്റെ മകൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു. കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ മുൻപോട്ട് വന്നു. അപ്പൊ ഈ പെൺകുട്ടി ഒരു അവിശ്വാസിയാണ്. മറ്റൊരു മതം തന്നെ ക്രിസ്ത്യൻ മതം തന്നെയാണ്, മറ്റൊരു രീതിയിൽ പോകുന്നയാളാണ്. അപ്പൊ ഈ പെൺകുട്ടിയെ ഈ സഭയിൽ സ്നാനപ്പെടുത്തി ഈ സഭയുടെ അംഗമാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്തു? കല്യാണം നടത്തി കൊടുത്തു. ഈ പെൺകുട്ടി ആ നാട്ടുകാരിയല്ല. ഈ പെൺകുട്ടി അവർക്ക് ഒരു പരിചയവും ഇല്ല. ഈ പെൺകുട്ടി ഗൾഫിലെങ്ങാണ്ട് വെച്ച് സഭയിൽ പോയി എന്ന് പറഞ്ഞു കേട്ടതിന്റെ പേരിൽ സ്നാനവും നടത്തി എന്ത് ചെയ്തു? കല്യാണം നടത്തി കൊടുത്തു. പ്രശ്നം ഉണ്ടായത് ആ സഭയിലെ ആൺപിള്ളാരും പറഞ്ഞു ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? അങ്ങനെ തന്നെ കല്യാണം കഴിക്കണം. പെട്ടില്ലേ? ഇപ്പൊ നോ പറയാൻ പറ്റുമോ? അന്ന് നോ പറഞ്ഞായിരുന്നെങ്കിൽ, ഞങ്ങൾ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെയുള്ള കുറെ യുവാക്കന്മാർ തെറ്റിപ്പോകത്തില്ലായിരുന്നു, കുറെ യുവതികൾ തെറ്റിപ്പോകത്തില്ലായിരുന്നു. ഇപ്പൊ നമ്മളൊന്ന് കുഴപ്പമില്ല, സാരമില്ല എന്ന് വെച്ചാൽ നാളെ ഇതിനേക്കാൾ വലിയ പ്രശ്നം ഉണ്ടാകും. ഈ ലീക്കിംഗ് ടാപ്പ് ഉണ്ടല്ലോ, അതായത് വെള്ളം ചെറുതായിട്ട് പോകുന്ന ടാപ്പുകൾ, അത് വേഗത്തിൽ ശരിപ്പെടുത്തിക്കോണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? പതിയെ ലീക്ക് കൂടിക്കൊണ്ടിരിക്കും, അല്ലേ? ഏതെങ്കിലും ലീക്കുള്ള ടാപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാകാറുണ്ടോ? ഇല്ല. അത് മാറ്റി വെക്കണം. മാറ്റി വെക്കുന്നതിന് ലീക്ക് കൂടും. ഇപ്പൊ ഇന്ന് ഒരു തുള്ളി ഉള്ളെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ 2 തുള്ളിയാകും. അടുത്ത മാസം ആകുമ്പോഴത്തേക്കും അത് തുള്ളിയല്ല, ഇങ്ങനെ ചോർന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും. ടാങ്കിലെ വെള്ളം മൊത്തവും തീരും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സഭകളിൽ നമുക്കുള്ള അധികാരം, ഞാൻ പറഞ്ഞ അധികാരം എടുക്കാനല്ല, നമ്മെ ദൈവം ഏൽപ്പിച്ച അധികാരം നമ്മൾ ഉപയോഗിക്കണം. അത് നമുക്കുള്ള ഒരു പാഠം ആണ്. ഇനി കർത്താവിൽ നിന്ന് പഠിക്കേണ്ട 3ാമത്തെ പാഠം നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകുക എന്നുള്ളതാണ്. 2 വാക്യങ്ങളുണ്ട്. ഒന്ന്, പ്രാർത്ഥിക്കുന്നവരാകുക. 1ാമത്തെ വാക്യം മർക്കോസ് 1:35 മുതൽ 39 വരെ. മർക്കോസ് 1:35 മുതൽ 39 വരെ ഒന്ന് വായിക്കാമോ? അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റു നിർജ്ജന സ്ഥലത്ത് ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 15-16 വാക്യം. ലൂക്കോസ് 5:15-16 വാക്യം. അതായത് യേശു ഒരു കുഷ്ഠരോഗി സൗഖ്യം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു എന്ത് ചെയ്യരുത്? ആരോടും പറയരുതെന്ന് പറഞ്ഞു. ഈ പുള്ളി എന്ത് ചെയ്തു? പോയി എല്ലാവരോടും പറഞ്ഞു. അപ്പൊ എല്ലാവരോടും പറഞ്ഞപ്പോ എല്ലാവരും സൗഖ്യത്തിന് വേണ്ടി യേശുവിന്റെ അടുക്കിലേക്ക് വന്നു.
യേശു ലോകത്തിൽ വന്നത് സൗഖ്യം കൊടുക്കാനായിരുന്നില്ല. സൗഖ്യം കൊടുത്തു എന്നുള്ളത് ശരിയാണെങ്കിലും പ്രധാന പർപ്പസ്, പ്രധാന ഉദ്ദേശം എന്താ? രക്ഷിതാവായി പ്രവർത്തിക്കുക എന്നുള്ളതാ. പക്ഷേ യേശു സൗഖ്യം കൊടുത്തു അറിഞ്ഞപ്പോഴത്തേക്കും സൗഖ്യം കിട്ടാൻ വേണ്ടി അനേകം യേശുവിന്റെ അടുക്കിലേക്ക്, അപ്പൊ അപ്രതീക്ഷിതമായ ഒരു പ്രതികൂലം ഉണ്ടായി, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരു സന്ദർഭം ഉണ്ടായി. ആ സന്ദർഭത്തിൽ യേശു ചെയ്ത കാര്യം എന്താ? അവൻ നിർജ്ജന സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് മാത്രമല്ല, അവൻ ഇരുട്ടുള്ളപ്പോൾ തന്നെ എഴുന്നേൽക്കുകയും നിർജ്ജനമായ സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ശീലമുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്തുണ്ടാകണം? ഒരു പ്രാർത്ഥനാ ശീലം ഉണ്ടാകണം, ഒരു പ്രാർത്ഥനാ സമയവും ഉണ്ടാകണം. അതായത് ഏതെങ്കിലും ഒരു പ്രതീക്ഷിക്കാത്ത സാഹചര്യം വരുന്നു, അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. രണ്ട്, എല്ലാ ദിവസവും അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എന്തുണ്ടാകണം? ഒരു സെപ്പറേറ്റ് ടൈം നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി വെക്കണം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഞാൻ പറയുന്നത് നമുക്ക് പല തിരക്കുകളും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരാഴ്ച ഒരു ദിവസമെങ്കിലും പറഞ്ഞത്. ഒരു ദിവസമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. യേശു അധികാലത്ത് എഴുന്നേൽക്കും, ഇരുട്ടുള്ളപ്പോൾ തന്നെ എഴുന്നേൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോകും. യേശുവിന്റെ പകലത്തെ പ്രസംഗം മൊത്തവും രാവിലത്തെ പ്രാർത്ഥനയുടെ ബലത്തിലാണ്. അതിന് നന്ദി പറയാൻ വേണ്ടി രാത്രിക്ക് എന്ത് ചെയ്യും? വീണ്ടും മലയിലേക്ക് കയറി പോകും. ആൾക്കാരൊക്കെ വീട്ടിൽ പോകുമ്പോൾ യേശു മലയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി കയറി പോകും. യേശു അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പൊ നമുക്ക് എന്തുണ്ടാകണം? ഒരു പ്രാർത്ഥനാ ശീലം ഉണ്ടാകണം. അപ്പം അതാണ് മൂന്നാമത്തെ പാഠം, പ്രാർത്ഥിക്കുന്നവർ ആകണം. നാലാമത്തെ പാഠം മത്തായി 9:2 വാക്യം. മത്തായി 9:2, എല്ലാവരെയും മനസ്സിലാക്കുന്നവരാകണം. മത്തായി 9:2. നോക്കിയേ, ഇവിടെ നാം കാണുന്നത് അവന്റെ വിശ്വാസം എന്നല്ല, അവരുടെ വിശ്വാസം. അപ്പൊ ഈ അവരാരാ? 4 പേര്. 4 പേരാരാ? ഈ പക്ഷവാത രോഗിയെ ചുമന്നുകൊണ്ട് വന്നവര്. അപ്പൊ ഇവർക്കും എന്തുണ്ട്? ഒരധ്വാനം ഇതിന്റെ പിന്നില് ഉണ്ട്. ഇവർക്കും ഒരധ്വാനം ഇതിന്റെ പിന്നില് ഉണ്ട്. എല്ലാവരെയും ആര് മനസ്സിലാക്കി? യേശു മനസ്സിലാക്കി. നമ്മൾ പലപ്പോഴും എല്ലാവരെയും എന്ത് ചെയ്യാറില്ല? മനസ്സിലാക്കാറില്ല, അല്ലെ? നമ്മുടെ ഒരു കൺവെൻഷൻ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ നന്ദി പറയുമ്പം നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും? പല ആൾക്കാരെയും വിട്ടുപോകും. ആ വിട്ടുപോകുന്ന പല ആൾക്കാരും വളരെ മൈന്യൂട്ടായതാണെങ്കിൽ പോലും പ്രധാനപ്പെട്ട കാര്യം ചെയ്തവരായിരിക്കും. പ്രത്യേകിച്ച് സഹോദരിമാരെ പലപ്പോഴും വിട്ടുപോകാറുണ്ട്, അല്ലെ? കുക്ക് ചെയ്ത ആഹാരം പാചകം ചെയ്ത സഹോദരിമാരെ വിട്ടുപോകാറുണ്ട്. അതിനെ വലിയ ഗണ്യമാക്കാറില്ല. ചിലപ്പം തൂത്തുവാരിയിട്ട ആൾക്കാരെ, അവരെ വിട്ടുപോകും. ബാക്കി എല്ലാവർക്കും നമ്മൾ നന്ദി പറയും. അവരെ എന്ത് ചെയ്യത്തില്ല? നന്ദി പറയത്തില്ല. കാരണം ചിലരുടെ അധ്വാനങ്ങളെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറില്ല? പരിഗണിക്കാറ് പോലും ഇല്ല. പക്ഷെ യേശു അങ്ങനെയല്ല. 4 പേര് ഒരു രോഗിയെ കൊണ്ട് വന്നപ്പോ ഈ രോഗിയെ കണ്ടതിന്റെ കൂടെ ആരെ കൂടെ കണ്ടു? ഈ 4 പേരുടെ അധ്വാനത്തെ കൂടെ കണ്ടു. അവരൊരു രോഗിയെ കൊണ്ട് വരുന്നു, ആ രോഗിയെ വീടിന്റെ മുകളിൽ കയറ്റുന്നു, അവിടുത്തെ ഓട് നീക്കുന്നു, അതിനെ ഇങ്ങനെ ആ രോഗി ഇങ്ങനെ പതിയെ താഴേക്ക് ഇറക്കുന്നു. എത്ര വലിയ കഷ്ടപ്പാടാണ് അവരതിന്റെ പിന്നിൽ സഹിച്ചത്. അത് യേശു മനസ്സിലാക്കുകയാണ്. അപ്പൊ നമ്മളും എന്ത് ചെയ്യുന്നവരാകണം? എല്ലാവരെയും മനസ്സിലാക്കുന്നവരാകണം. ആരെയും തള്ളിക്കളയുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവരെയും മനസ്സിലാക്കാതാണ് യേശുവിൽ പഠിക്കാനുള്ള 4-ാമത്തെ പാഠം. 5-ാമത്തെ പാഠം മത്തായി 12:8 വാക്യം. മത്തായി 12:8 വാക്യം. കൂടെ നിൽക്കുന്നവർക്ക് പരിഗണന നൽകുക. കൂടെ നിൽക്കുന്നവർക്ക് പരിഗണന നൽകുക. ഇവിടുത്തെ സംഭവം എല്ലാവർക്കും അറിയാൻ ഞാൻ കരുതുകയാണ്. ഇനി ഞാൻ ഒന്ന് പറയാം. ഈ ശബത്തില് വിളഭൂമിയിൽ കൂടെ നടന്ന സമയത്ത് ശിഷ്യന്മാര് എന്ത് ചെയ്തു? ഈ അരിമണികളൊക്കെ, ഗോതമ്പണികളൊക്കെ എന്ത് ചെയ്തു? ഇങ്ങനെ കൈകൊണ്ടെടുത്ത് തിന്നാൻ വേണ്ടി തുടങ്ങി. അപ്പൊ എന്ത് ചെയ്യുക? കുറ്റപ്പെടുത്തുക. ഈ കുറ്റപ്പെടുത്തുമ്പം യേശു എന്ത് ചെയ്യുന്നില്ല? യേശു എന്ത് ചെയ്യുന്നില്ല? ആരെ കുറ്റപ്പെടുത്തുന്നില്ല? ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് ഒരു നേതാവിനോട് ആ നേതാവിന്റെ ശിഷ്യന്മാര് ചെയ്ത ഒരു കുറ്റത്തെ ചൂണ്ടിക്കാണിച്ചാൽ പുള്ളി എന്താ ചെയ്യുന്നത്? പബ്ലിക്കായിട്ട് ഇവരെന്ത് ചെയ്യും? ഇവരെ കുറ്റം പറയും, അല്ലേ?
കീഴുദ്യോഗസ്ഥരെ കുറ്റം പറയുക, അവരെ ഫയർ ചെയ്യുക, അതൊക്കെയാണ് ഇപ്പോഴത്തെ നേതാക്കന്മാരുടെ എല്ലാം രീതി. കൂടെ ഉള്ളവരെ പലപ്പോഴും പരിഗണിക്കാറില്ല, അവരെ കുറ്റപ്പെടുത്താറാണ് കൂടുതലും ചെയ്യുന്നത്. പക്ഷെ യേശു കർത്താവ് കൂടെയുള്ള ശിഷ്യന്മാരെ എന്ത് ചെയ്തു? അവരെ പൊതിഞ്ഞു പിടിച്ചു, അവരെ പരിഗണിച്ചു. മറ്റവരുടെ കൂടെ കൂടി ഇവരെ എന്ത് ചെയ്തില്ല? ഇവരെ അവഗണിച്ചില്ല. അതായത് നിങ്ങളൊക്കെ എന്താ ഈ ചെയ്യുന്നേ? നിങ്ങൾ എന്റെ പേരും കൂടെ കളയുവോ? നിങ്ങൾ എനിക്ക് ദുഷ്പേരുണ്ടാക്കുവോ? നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഇരുന്നുകൂടെ? വല്ലതും കഴിഞ്ഞ് വീട്ടിൽ വെച്ച് കഴിച്ചുകൂടെ? അങ്ങനെ ഒന്നും ചോദിച്ചില്ല. അവരെന്ത് ചെയ്യുക? യേശു കർത്താവ് ഇങ്ങനെ പൊതിഞ്ഞ് പിടിക്കുക. ചിലപ്പോ നമ്മളും ഇങ്ങനെയാ, അല്ലെ? മക്കളൊക്കെ ഒന്ന് എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? നീ എന്റെ പേരും കൂടെ കളയുവോ? പണ്ടൊരിക്കലും ഒരാള് ഞങ്ങളുടെ ചർച്ചില് ഒരു സുവിശേഷം ഞങ്ങളുടെ ചർച്ചിൽ മീറ്റിങ്ങിനായിട്ട് വന്നു. അപ്പം മകൻ ഇച്ചിരി നോട്ടിയായൊരു പയ്യനാണ്. ആ പയ്യൻ ഇങ്ങനെ ഈ വാച്ചിന്റെ ഈ സ്ട്രാഫിന്റെ അകത്ത് ഈ പിന്ന് പോയിട്ട് മുട്ടുസൂചി കുത്തിവെച്ചേക്കായിരുന്നു. അതായത് വാച്ചിന്റെ ഇതുണ്ടല്ലോ, സ്റ്റാഫിന്റെ ഇടുന്ന ആ പിന്ന് പോയി. അപ്പൊ അതിന് പകരം മുട്ടുസൂചി കുത്തി കയറ്റി വെച്ചു. അപ്പൊ പിന്നെ ഈ വാച്ച് കൊണ്ട് ഇങ്ങനെ അടുത്ത കൊച്ചിനെ ഇങ്ങനെ കുത്താൻ തുടങ്ങി. വേദന എടുക്കുമല്ലോ മുട്ടുസൂചിയുടെ മൂലം കൊണ്ടിട്ട്. അപ്പൊ ആ കൊച്ചു വന്നിട്ട് അപ്പനോട് കംപ്ലൈന്റ് പറഞ്ഞു. അപ്പനെന്ന് പറഞ്ഞാൽ ഈ ആളോട് കംപ്ലൈന്റ് പറഞ്ഞു, അങ്കിളിന്റെ മോൻ എന്നെ ഇത് കുത്തുവാന്ന് പറഞ്ഞു. ഇദ്ദേഹം വണ്ടിയിലോട്ട് കയറിയിട്ട് ആ വാച്ച് വാങ്ങിച്ച് ഈ മോനെ ചുമ്മാ തുരുതുരാന്ന് കുത്തി. കാരണം അവന് വേദന അറിയണം, അവനോട് കുത്തി. എന്നിട്ട് പുള്ളി പറയുകയാണ്, നീ എന്റെ പേരും കൂടെ കളയും, എനിക്ക് ഇനി ചർച്ചയിൽ അവസരം ഉണ്ടാകുമോ, അവരിന് എന്നെ വിളിക്കുവോ, അവരെന്നെ കുറിച്ച് എന്നാ ഓർക്കും? അപ്പൊ ഈ കൊച്ചിനെ അടിച്ചത് മൊത്തവും എന്തിനാ? ഈ ദേഷ്യം, അവരെന്നെ കുറിച്ച് എന്നാ ഓർക്കും. നമ്മളും ചിലപ്പോഴൊക്കെ അങ്ങനെയാ, അല്ലെ? അവരെന്നെ കുറിച്ച് എന്തോ ധരിക്കും. ഇപ്പൊ നമ്മൾ പലപ്പോഴും പൊതിഞ്ഞു പിടിക്കാറല്ല ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യുക? നമ്മളും കൂടെ അവരെ കുറ്റപ്പെടുത്തുകയാണ്. ഞാൻ കുറ്റപ്പെടുത്തണ്ടെന്ന് പറയുന്നില്ല, ശിക്ഷിക്കണം, അടിക്കണം, അതൊക്കെ വേണം. പക്ഷെ അടിക്കുന്നത് എന്തിനാണെന്ന ബോധ്യം അവർക്കുണ്ടാകണം. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി കൂടെയുള്ള ആളെ തള്ളിക്കളയരുത്. നമ്മുടെ സഭയിൽ ഒരാള് ഇതിലകപ്പെട്ടാൽ അദ്ദേഹം എന്ത് പറഞ്ഞോ നമ്മൾ അത് വിശ്വസിക്കണം ആദ്യം, എന്നിട്ട് പരിശോധിക്കണം. അല്ല, അദ്ദേഹത്തെ വിശ്വസിക്കാതിരിക്കരുത്, അവിശ്വസിക്കരുത്. കൂടെ നിൽക്കാനും പരിഗണന നൽകാനും നമുക്ക് സാധിക്കണം. അതാണ് യേശു കർത്താവ് നൽകുന്ന 5-ാമത്തെ പാഠം. 6-ാമത്തെ പാഠം മത്തായി 8:24. മത്തായി 8:24, 31, 34. മത്തായി 8:24, 31, 34. ഓക്കെ. ആ, ഓക്കെ. 31-ാം വാക്യം. ആ, 34-ാം വാക്യം. അപ്പൊ ഒരു നാട്ടിൽ യേശു കർത്താവ് പോവുകയാണ്. പോകുന്ന വഴിക്ക് രാത്രിയിൽ വലിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവുകയാണ്, അല്ലെ? കടല് പ്രതികൂലമാകുന്നു, കാറ്റ് പ്രതികൂലമാകുന്നു, മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ ചെന്നിട്ട് യേശു കർത്താവ് ആകെ ചെയ്യുന്ന കാര്യം ഒരാളെ സൗഖ്യമാക്കി. ഈ ഒരാളെ സൗഖ്യമാക്കിയപ്പോൾ നാട്ടുകാർ പറഞ്ഞു, അയ്യോ, ഞങ്ങളെ വിട്ട് പോണം, ഞങ്ങൾക്ക് വലിയ പന്നികളാ, പന്നിയെ വിറ്റാലേ വല്ലതും കിട്ടത്തുള്ളൂ, അതുകൊണ്ട് ഞങ്ങളുടെ പന്നിയെ കൊല്ലാൻ വേണ്ടി നീ ഇവിടെ നിൽക്കരുത്, നീ ഇവിടുന്ന് പൊക്കോണം എന്ന് യേശുവിനോട് പറഞ്ഞു. യേശു തിരിച്ചു പോകുന്നു. അപ്പൊ യേശു ഈ രാത്രിയിൽ ദീർഘദൂരം സഞ്ചരിച്ചതും കടലിലുണ്ടായ ഈ പ്രകൃതിക്ഷോഭത്തെ നേരിട്ടതും ആ നാട് വരെ പോയതും ആർക്ക് വേണ്ടിയിട്ടാ? ഒറ്റയാൾക്ക് വേണ്ടിയിട്ടാ. അപ്പം ഒരാൾക്ക് വില നൽകുക, ഒരാൾക്ക് വില നൽകുക. അതായത് ഒന്ന് ചെറുതായിട്ട് കാണരുത്, ആരെയും ചെറുതായിട്ട് കാണരുത്, ഒന്നിന് വില നൽകുക. ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു, അതിലൊന്ന് കാണാതെ പോയി. ഇപ്പൊ 100-ൽ 1-ന് വിലയുണ്ട്. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നു, അതിലൊന്ന് കാണാതെ പോയി. 10-ൽ 1-ന് വിലയുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ 2 മക്കളുണ്ടായിരുന്നു, അവയിൽ ഒരുത്തൻ കാണാതെ പോയി, അല്ലെങ്കിൽ അഹങ്കാരിയായി പോയി. ആ ഒന്നിനും എന്തുണ്ടായിരുന്നു? വില ഉണ്ടായിരുന്നു. ആ അപ്പൻ മകനെ കാത്തിരിക്കുന്നുണ്ട്, അല്ലെ? തിരിച്ചു വരുമ്പോൾ സ്വീകരിക്കുന്നുണ്ട്.
അപ്പൊ 100-1 വിലയുണ്ട്, 10-1 വിലയുണ്ട്, 2-1 വില ഉണ്ട്. നമ്മളും ആരെയും അവഗണിക്കരുത്, വില കൊടുക്കുന്നവരായിട്ട് മാറുക. ഏഴാമത്തെ പാഠം നമ്മുടെ സമീപനങ്ങളിൽ നമ്മളൊരു സുതാര്യത കാണിക്കണം. നമ്മുടെ സമീപനം നമ്മൾ സുതാര്യത കാണിക്കണം. അതിന്റെ മത്തായി 11:11 വാക്യം. മത്തായി 11:11 വാക്യം. ആ ഈ സ്വർഗത്തിൽ ഏറ്റവും ചെറിയ ആളാരാ? മത്തായി 11:11. സ്വർഗത്തിൽ ഏറ്റവും ചെറിയ ആളാരാ? സ്വർഗത്തിൽ ഏറ്റവും ചെറിയ ആളാരാ? യോഹന്നാൻ സ്നാപകനാ. അങ്ങനല്ലേ വായിച്ചേ? സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവനാ. അപ്പൊ ഏറ്റവും ചെറുതാരാ? യോഹന്നാനാ. അതെന്ത് പറ്റിയതാ? യോഹന്നാനെ ദൈവം അയച്ചത് യേശുവിന് വഴി ഒരുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ യേശുവിന് വഴി ഒരുക്കിയിട്ട് എന്ത് ചെയ്യണമായിരുന്നു? യേശുവിന്റെ കൂടെ ആര് നിൽക്കണമായിരുന്നു? യോഹന്നാൻ നിൽക്കണമായിരുന്നു. പക്ഷെ കൂടെ നിൽക്കാഞ്ഞത് കൊണ്ട് എന്ത് സംഭവിച്ചു? പുള്ളി വീണ്ടും ശിഷ്യന്മാരുണ്ടാക്കി തുടങ്ങി, വീണ്ടും സ്നാനപ്പെടുത്തി. പിന്നീട് പുള്ളി അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൽ ഇടപെട്ടു. ഹെരോദാവ് തന്റെ അനിയന്റെ ഭാര്യയെ സ്വീകരിച്ചത് തെറ്റാണ്, അത് ധാർമ്മികമായി തെറ്റാണെന്ന് എന്ത് ചെയ്തു? ഇദ്ദേഹം പ്രസംഗിച്ചു. പുള്ളിയെ പിടിച്ച് തടവിലാക്കി. ആ സഹോദരിയുടെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ മകള് ഒരു ദിവസം ഡാൻസിൽ വെച്ചിട്ട് പറഞ്ഞു അവന്റെ തല വെട്ടിക്കളമെന്ന് പറഞ്ഞു. അങ്ങനെ അവന്റെ തല എന്ത് ചെയ്തു? അവന്റെ തല വെട്ടി. ആ കിടന്ന കിടപ്പിൽ, അതായത് തടവി കിടക്കുമ്പം യേശുവിനെ സംശയിച്ചു. അപ്പൊ യേശുവിന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു. യേശുവിൽ നിന്ന് മാറിപ്പോയത് കൊണ്ട് എന്ത് സംഭവിക്കുകയാണ്? സ്വർഗത്തിൽ ഏറ്റവും ചെറിയവനായിട്ട് അദ്ദേഹം. കാരണം ഇത്രയും അടുത്ത് യേശുവിനെ അറിഞ്ഞ വേറൊരാൾ ആ നൂറ്റാണ്ടിലില്ല, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലില്ല. കാരണം സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടതാണ് ഈ യോഹന്നാൻ സ്നാപകൻ. ആത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വരുന്ന കണ്ടയാളാണ് യോഹന്നാൻ സ്നാപകൻ. അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ട് യേശുവിനെ അറിഞ്ഞയാള് യേശുവിന്റെ കൂടെ നിൽക്കാതെ എന്ത് ചെയ്യുക? വീണ്ടും ശിഷ്യന്മാരെ ഉണ്ടാക്കുകയാണ്, വീണ്ടും സ്നാനപ്പെടുത്തുകയാണ്. യേശുവിന്റെ കൂടെ പോയാൽ മതിയായിരുന്നു, കൂടെ പോയില്ല. പിന്നീട് നാട്ടിലെ രാഷ്ട്രീയത്തിനകത്ത് ഇടപെടുകയാണ്. ഞാനൊരു കാര്യം ആത്മാർത്ഥമായിട്ട് പറയാം, ഞാൻ രാഷ്ട്രീയത്തിനെതിരല്ല. നമുക്ക് പേഴ്സണലായിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയോടൊക്കെ സാധാരണയായി നമുക്ക് എന്ത് തോന്നാം? ഒരു അനുകൂലമൊക്കെ തോന്നാം. പക്ഷെ നമുക്ക് അനുകൂലമാകാൻ പറ്റത്തില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയോട്. പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് നമുക്ക് അനുകൂലമാകാൻ പറ്റത്തില്ല. അതിന്റെ കാരണം, ഭരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ് ദൈവമക്കൾ. ഇപ്പൊ ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്നിരിക്കട്ടെ. ഞാൻ കോൺഗ്രസ്സുകാരനാണെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോൾ പുള്ളിക്ക് അനുകൂലമായി പ്രാർത്ഥിക്കാനും കൂടെ പറ്റുമോ? പ്രാർത്ഥിക്കും, ദൈവമേ ഒന്ന് ഇറക്കി തരണേന്ന് പ്രാർത്ഥിക്കും, അല്ലെ? തിരിച്ചു അങ്ങനെ പ്രാർത്ഥിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ നിഷ്പക്ഷരായെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് സുതാര്യമായി ജീവിക്കാൻ പറ്റത്തുള്ളൂ. യേശു ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ല, രാഷ്ട്രീയമായിട്ടൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഈ രാഷ്ട്രീയ പ്രശ്നം കാരണം തടവിലുള്ള ആളെ പോയി യേശു കണ്ടിട്ടുമില്ല. ഈ യോഹന്നാൻ തടവിൽ കിടന്നു, യേശു പോയി കണ്ടില്ല. മരിച്ചു എന്ന് അറിഞ്ഞിട്ടും യേശു കർത്താവ് പോയി കണ്ടില്ല. യേശു വേറെ സ്ഥലത്തേക്ക് മാറിപ്പോയി. യേശു പോയില്ല അവന്റെ പുറകെ. കാരണം ഇത്രയും അടുത്തറിഞ്ഞിട്ടും തള്ളി പറഞ്ഞിട്ടും അല്ലെങ്കിൽ അനുഗമിക്കാതെ പോയവന്റെ പുറകെ പോകാൻ യേശു തയ്യാറല്ലായിരുന്നു. സുതാര്യമായി യേശു ചെയ്തു. എന്തിനു വേണ്ടി വന്നോ ആ കാര്യം മാത്രം യേശു ചെയ്തു. യോഹന്നാനെ പോലെ എല്ലാത്തിലും കയറി ഇടപെട്ടില്ല. എല്ലാത്തിലും കയറി ഇടപെട്ടപ്പോ യോഹന്നാൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനായിട്ട് മാറി. പക്ഷെ യേശു കർത്താവ് തന്റെ ഉദ്ദേശം സാധിച്ചു. പിതാവിന്റെ സന്നിധി എല്ലാം ഇത്രയും അടുത്തറിഞ്ഞിട്ട്, ഇത്രയും, അതായത് യേശുവിന്റെ മേൽ ആത്മാവ് വരുന്നത് കണ്ണുകൊണ്ട് കണ്ടയാളാണ്.
യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് പറയുന്നത് ചെവി കൊണ്ട് കേട്ടയാളാണ്. അപ്പൊ അത്രയും മൈന്യൂട്ടായിട്ട് യേശുവിനെ അറിഞ്ഞിട്ട്, ഡീറ്റെയിൽ ആയിട്ട് യേശുവിനെ അറിഞ്ഞിട്ട് പുള്ളി ചോദിക്കുകയാണ്, വരുവാനുള്ളയാൾ നീ തന്നെയാണോ? ഞങ്ങൾ വേറെ ആരെങ്കിലും കാത്ത് ഇരിക്കും. അതുമല്ല, പുള്ളി ഒരു ആമുഖ പ്രസംഗകനാ. ഈ ആമുഖ പ്രസംഗകൻ എന്ത് ചെയ്താൽ മതി? പ്രസംഗകനെ ക്ഷണിച്ചാൽ മതി, എന്നിട്ട് മാറിയിരിക്കണം, അല്ലേ? ഒരു ആമുഖം പറയാൻ വരുന്നയാൾ ആമുഖം പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? മെയിൻ പ്രസംഗനെ കുറിച്ച് പറയുക, അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അപ്പുറത്ത് മാറിയിരിക്കുക. ഇത് യോഹന്നാൻ ഉണ്ടല്ലോ ചെയ്ത കാര്യം, ആമുഖ പ്രസംഗം നടത്തി, യേശുവാൻ രക്ഷിതാവെന്ന് പറഞ്ഞു, പിന്നെ അപ്പുറത്തോട്ട് മാറി പുള്ളിയുടെ വഴി വെട്ടിക്കൊണ്ട് പോവുക. അത് ഭയങ്കര തെറ്റാണ്. നമ്മൾ ആരും നമ്മുടെ രാജ്യം പണിയേണ്ടവരല്ല. പിന്നീട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു, രാഷ്ട്രീയ പ്രശ്നത്തിൽ എന്ത് ചെയ്യുന്നു? ഇടപെടുന്നു. അതിന്റെ പേരിൽ എന്ത് ചെയ്യുന്നു? തടവിലും ആകും. നമ്മൾ ഈ ലോകത്തിലുള്ളവരല്ല, നമുക്ക് രാഷ്ട്രീയമില്ല, രാഷ്ട്രീയം പാടില്ല. അനുകമ്പ നമുക്ക് തോന്നാം, അനുകൂലം നമുക്ക് തോന്നാം, അത് ഒരു സാധാരണ കാര്യമാണ്. കാരണം ജനിച്ചു വന്ന സാഹചര്യം, നമ്മൾ ആദ്യം മുതൽ കേട്ട് വന്ന കാര്യമൊക്കെ വെച്ച് നമുക്ക് അനുകൂലമൊക്കെ തോന്നാം. പക്ഷെ ഒരു പാർട്ടിയോടും നമുക്ക് ഒരു അതിര് കടന്ന പ്രതിബദ്ധത ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും ഒരുപോലെ കാണാൻ നമുക്ക് സാധിക്കണം. ഈ യോഹന്നാനെ പോലെ എന്ത് ചെയ്യാൻ പാടില്ല? ആകാൻ പാടില്ല. നമ്മുടെ സമീപനങ്ങൾ എന്തായിരിക്കണം? സുതാര്യം. എന്തിനു വേണ്ടി വിളിച്ചോ അത് മാത്രം ചെയ്യണം. അതാണ് യേശു നമുക്ക് തരുന്ന മാതൃക. അപ്പൊ യേശു നൽകുന്ന 7 മാതൃകകളുണ്ട്. 1, പതിവായി പള്ളിയിൽ പോവുക. 2, അധികാരത്തോടെ ശുശ്രൂഷിക്കുക. 3, പ്രാർത്ഥിക്കുക. 4-മത്തെ കാര്യം എല്ലാവരെയും മനസ്സിലാക്കുക. 5-മത്തെ കാര്യം കൂടെ നിൽക്കുന്നവരെ പരിഗണിക്കുക. 6-മത്തെ കാര്യം ഒരു വ്യക്തിക്ക് വില നൽകുക. 7-മത്തെ കാര്യം സമീപനങ്ങളിൽ സുതാര്യതയുള്ളവരായിട്ട് മാറുക. ഓക്കെ, അപ്പൊ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് അടുത്ത ആഴ്ചയിൽ 3-മത്തെ വർഷത്തെ കാര്യങ്ങളൊന്ന് വേഗത്തിൽ ഓടിച്ചെത്തിക്കാം. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ.